വാശിയേറിയ മാസമൊന്നും പൂർത്തിയാക്കി കലാശം കുട്ടിയിറങ്ങി നിശബ്ദ പ്രചാരണ ദിവസവും കേരളം കണ്ടത് ആരോപണ പെരുമഴയാണ്, വാക്പോരിന്റെ വിരൽ ചൂണ്ടലാണ്. അതിന് തുടക്കമിട്ടത് കെ സുധാകരൻ, CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ BJP-യിലേക്ക് പോകാൻ ചർച്ചകൾ നടത്തിയെന്നും കാവിക്കൂടാരം കയറാനുള്ള മധുരമനോഹര വാഗ്ദാനം മഹാരാഷ്ട്ര ഗവർണർ പദവിയാണെന്നും കണ്ടമട്ടിൽ ആധികാരികമായി ആരോപിക്കുകയാണ് പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ. മണിക്കൂറുകൾക്കുള്ളിൽ കേന്ദ്ര കമ്മിറ്റി അംഗത്തിന് നിരാകരണ വാർത്താ സമ്മേളനത്തിന് തൊട്ടു പിന്നാലെ എത്തിയതാണ് പാവം പാർട്ടി പ്രവർത്തകർക്കും നമ്മൾ പൊതുജനത്തിനും അറിയാത്ത അധികാര രാത്രിവാഴ്ചകളുടെ കള്ളക്കൂറിന്റെ കോടികൾ പൂത്തുമറിയുന്ന തുരങ്ക വഴികളിലെ പവർ ബ്രോക്കർ ദല്ലാൽ നന്ദകുമാർ. വന്നിട്ട് ആരോപണങ്ങളുടെ ഒരു കാർപ്പറ്റ് ബോംബിംഗ് ആണ്. കോൺഫിഡൻസോടെ വെല്ലുവിളിച്ച് പറഞ്ഞ വാക്കുകളിൽ ഓരോന്നിലും കോംപ്രമൈസ് കോക്കസ് പൊളിറ്റിക്സിന്റെ ഒരു ഭീമാകാരം സെപ്റ്റിക് ടാങ്ക് പൊട്ടിയൊലിച്ച നാറ്റമാണ്. ഈ കേരളത്തിൽ ഒരേ ഒരു സീറ്റെങ്കിലും നേടിയെടുക്കാൻ എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറെന്ന് ലെഫ്റ്റ് ഒന്ന് കണ്ണടച്ചാൽ ലാവലിനും സ്വർണ്ണക്കടത്തുമടക്കം കേസുകൾ ആറടി മണ്ണിൽ അടക്കം ചെയ്യാമെന്ന് കേരളത്തിന് ചുമതലയുള്ള ഒരു പ്രഭാരി നാണം കെട്ട് കേണുകെഞ്ചി എന്നാണ് പവർ ബ്രോക്കറുടെ വാക്കുകൾ കള്ളമാണെന്നും ആ പറഞ്ഞ കൂടിക്കാഴ്ചകൾ ഒന്നുപോലും നടന്നിട്ടില്ലെന്നും ഉറപ്പോടെ പറയുമോ ജാവദേക്കർ? അന്ന് ഈ പാർട്ടിയുടെ ഒരു പ്രധാനപ്പെട്ട പ്രത്യയശാസ്ത്ര യാത്രയിൽ കണ്ണൂരിൽ പോലും പങ്കെടുക്കാത്ത ഒരു കേന്ദ്ര കമ്മിറ്റി അംഗം ഈ ദല്ലാളിന്റെ അമ്മയ്ക്ക് ഹാരമണിയിക്കാൻ ഓടിപ്പാഞ്ഞെത്തിയെങ്കിൽ ആ ബന്ധം വല്ലാത്ത ബന്ധമാണ്. അതേ ജയരാജൻ താമര പാർട്ടിയിൽ കയറാൻ ചർച്ചകൾ 90% പൂർത്തിയാക്കിയെന്ന് പുത്രൻ സഖാവിന്റെ വാട്സാപ്പ് ചാറ്റും കാണിച്ച് പറയുന്നത് ശോഭാ സുരേന്ദ്രനാണ്, ആലപ്പുഴയിലെ BJP സ്ഥാനാർത്ഥി. അത് കള്ളമാണെങ്കിൽ ഒന്ന് വെല്ലുവിളിക്കാൻ ഒരു വക്കീൽ നോട്ടീസെങ്കിലും അയക്കാൻ ധൈര്യമുണ്ടാകണം ജയരാജൻ. അല്ലെങ്കിൽ ആ പാർട്ടിക്ക് വേണ്ടി പൊരുവയിലെത്ത് കരിഞ്ഞു ചോര നീരാക്കിയ പണക്കാരില്ലാത്ത പ്രവർത്തകരെ വഞ്ചിക്കലാണ്. ആ പ്രസ്താവനകൾ കേരളത്തിൽ എതിരാളി BJP എന്ന് ഇല്ലാത്ത വലിപ്പം വീർപ്പിക്കലിൽ, സാഫ്രൺ സ്ഥാനാർത്ഥികൾ മികച്ചവരാണെന്നൊരു വഴിവിട്ട അവാർഡ് കൊടുക്കലിൽ, വൈദികം ദുരൂഹതയിലൊക്കെയൊക്കെ അധമക്കരാറിന് നാറ്റം മണക്കുന്നുണ്ട് നേരത്തെ പ്രതിപക്ഷം. അത് സത്യമാണെങ്കിലും അല്ലെങ്കിലും ഈ ആരോപണ പ്രത്യാരോപണങ്ങളുടെ രാഷ്ട്രീയം എന്തായാലും കൊടും ചൂടിൽ മടുത്തിരിക്കാതെ നാളെ കേരളം ഒന്നാകെ ആർജവത്തോടെ പുറത്തിറങ്ങണം. രാഷ്ട്രീയ ബോധ്യത്തോടെ വോട്ടിംഗ് കേന്ദ്രങ്ങളിൽ നിറയണം. അധമ രാഷ്ട്രീയത്തിന്, അഴിമതി രാഷ്ട്രീയത്തിന്, ആർത്തി രാഷ്ട്രീയത്തിന് ഉളുപ്പില്ലാതെ വിദ്വേഷം വിളമ്പുന്ന വെറുപ്പിന്റെ വക്താക്കൾക്ക് മുഖം തീർത്ത പ്രഹരമാകണം വോട്ടുകൾ ഓരോന്നും. കരുത്തോടെ വാഴട്ടെ ജനായത്തം, ജനാധിപത്യം. പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. ശ്രീ എം പ്രകാശൻ, ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ, ശ്രീ PR ശിവശങ്കർ എന്നിവർ ചർച്ചയിൽ. ആദ്യം ഞാൻ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ കുറച്ച് സൈബർ അധിക്ഷേപങ്ങൾ, PV അൻവറിന്റെ ഒരു നിലവാരമില്ലാത്ത പ്രസ്താവന ഒഴിച്ചു നിർത്തിയാൽ രാഷ്ട്രീയം പറഞ്ഞു തന്നെയാണ് ഇന്ന് വരെ പ്രചാരണം പൂർത്തിയാക്കിയത്. ഇന്ന് കെ സുധാകരൻ പറയുന്നു മഹാരാഷ്ട്ര ഗവർണർ പദവി ഓഫറിൽ EP ജയരാജൻ BJP-യുമായി ചർച്ചകൾ പൂർത്തിയാക്കി, കാർമ്മികത്വം ശോഭാ സുരേന്ദ്രൻ. അത് സുധാകരൻ മരുന്ന് കഴിക്കാത്തതുകൊണ്ട് പറഞ്ഞതാണെന്ന് ജയരാജൻ. ദല്ലാൽ നന്ദകുമാർ, ശോഭാ സുരേന്ദ്രൻ. വോട്ടെടുപ്പിന്റെ തലേനാൾ അനാവൃതമാകുന്നത് അളിഞ്ഞ രാഷ്ട്രീയം, അധമ രാഷ്ട്രീയമാണെങ്കിലും അത് തെരഞ്ഞെടുപ്പിന്റെ തലേനാളായതുകൊണ്ട് അതിലെ സത്യമത്ര, കള്ളമത്ര, കതിരേത് പതിരേത് എന്നറിയാത്തതുകൊണ്ട് അത് ചർച്ചക്കെടുക്കണമെന്ന് അറിയില്ല. ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ, നാളെ കേരളം പോളിംഗ് ബൂത്തിലേക്ക് എത്തുമ്പോൾ കേരളത്തോട് കോൺഗ്രസിന് പറയാനുള്ളത് എന്താണ്? ശ്രീ ഹാഷ്മി, കേരളത്തോട് പറയാനായിട്ടുള്ളത് കേരളം എല്ലാ കാലഘട്ടത്തിലും വെച്ചു പുലർത്തിയിരിക്കുന്ന മതേതരമായൊരു കാഴ്ചപ്പാടുണ്ട്. ആ മതേതര കാഴ്ചപ്പാട് അതേപടി തന്നെ നിലനിൽക്കണമെങ്കിൽ CPM-ഉം BJP-യും ഒന്നാണ്. അവരുടെ രണ്ടിനെയും കൂടെ ചേർത്ത് ഒറ്റ മുന്നണി കൺവീനറാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ EP ജയരാജൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മളതിനെ ലൈറ്ററായിട്ട് വിടാൻ പാടില്ല. കഴിഞ്ഞ ദിവസമാണ് കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു മാധ്യമത്തിന് ഞാനൊരു ഒരു അനുഭവം പറയാം. ഞാൻ വാഹനത്തിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ വാഹനത്തിന് പുറകിലിരിക്കുന്ന ആളുകൾ ഒരു ഇൻ്റർവ്യൂ പ്ലേ ചെയ്യുകയാണ്. അതിനകത്ത് ഒരാൾ വളരെ ആത്മവിശ്വാസത്തോടു കൂടി പറയുന്നു, ഗുജറാത്തിൽ BJP-യുടെ വലിയ മുന്നേറ്റമാണ് ഉണ്ടാകാൻ പോകുന്നത്. ഗുജറാത്തിലെ തെരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല, ഗുജറാത്തിൽ BJP-യുടെ വലിയ മുന്നേറ്റം ആവേശത്തോടു കൂടി പറയുകയാണ്. അപ്പോൾ എനിക്ക് ശ്രീ ഹാഷ്മി ആ ശബ്ദം വളരെ പരിചിതമായി തോന്നി. അപ്പോൾ ആ ശബ്ദം ഏത് BJP നേതാവിൻ്റെതാണ് എന്ന തലത്തിൽ ഞാൻ ഫോൺ വാങ്ങി നോക്കുമ്പോൾ അത് പറയുന്ന ആ നാവിൻ്റെ ഉടമയുടെ പേര് ശ്രീ MV ഗോവിന്ദൻ എന്നാണ്. ആരാണ് ശ്രീ MV ഗോവിന്ദൻ? കേരളത്തിലെ CPM എന്ന് പറയുന്ന പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആണ് എന്ന് നമ്മൾ വിചാരിക്കുന്നയാൾ. ഇപ്പോൾ ശ്രീ MM ഹസനാണ് KPCC പ്രസിഡന്റിന്റെ ചുമതല. എന്തുകൊണ്ട് ശ്രീ MM ഹസന് KPCC പ്രസിഡന്റിന്റെ ചുമതല കിട്ടിയെന്ന് ചോദിച്ചാൽ, KPCC പ്രസിഡന്റ് ആയിരുന്ന ശ്രീ K സുധാകരൻ അദ്ദേഹം കണ്ണൂരിൽ മത്സരിക്കുവാൻ പോയി. അതേപടി തന്നെ BJP സംസ്ഥാന അധ്യക്ഷനായ ശ്രീ K സുരേന്ദ്രൻ വയനാട്ടിൽ മത്സരിക്കുവാൻ പോകുമ്പോൾ ശ്രീ K സുരേന്ദ്രൻ ആ BJP അധ്യക്ഷന്റെ അധിക ചുമതല നൽകിയിരിക്കുന്നത് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ശ്രീ MV ഗോവിന്ദനാണ് എന്ന് തെളിയിക്കുന്ന വാചകമാണ്. അതല്ല എങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറിക്ക് എന്തിനാണ് ഗുജറാത്തിൽ BJP-ക്ക് മുന്നേറ്റം ഉണ്ടാകും എന്ന് പ്രവചിക്കുന്നത്? പോകട്ടെ, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിരീക്ഷണം. പക്ഷെ അതിനെന്തിനാണ് ഇത്ര ആവേശം എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. ഇതേ ശ്രീ EP ജയരാജനാണ് പറഞ്ഞത് BJP-യുടെ പല സ്ഥാനാർത്ഥികൾ, ഏതൊക്കെ സ്ഥാനാർത്ഥികളാണ് അദ്ദേഹം പേരെടുത്ത് പറഞ്ഞു. തിരുവനന്തപുരത്ത് അദ്ദേഹത്തിന്റെ ബിസിനസ് പാർട്ണറായ രാജീവ് ചന്ദ്രശേഖരൻ അടക്കമുള്ള ആളുകൾ വളരെ മികച്ച കാൻഡിഡേറ്റുകളാണെന്ന് പറഞ്ഞു.
രാജീവ് ചന്ദ്രശേഖരൻ, ശ്രീ രാജീവ് ചന്ദ്രശേഖരനും ശ്രീ ഇ പി ജയരാജനും ബിസിനസ് പങ്കാളിമാരല്ലേ? ഇവരുടെ ശ്രീ ഇ പി ജയരാജന്റെ വിവാദമായ വൈദേഹം റിസോർട്ട് അതിപ്പോൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ശ്രീ രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിലുള്ള റിസോർട്ട് കമ്പനിയല്ലേ? അപ്പൊ ഇവർ തമ്മിൽ ബിസിനസ് പാർട്ട്നേഴ്സ് മാത്രമല്ല പൊളിറ്റിക്കൽ പാർട്ട്നേഴ്സ് കൂടിയാണ്. ഇന്ന് ഈ ആരോപണങ്ങളെല്ലാം സ്ഥിരീകരിക്കുന്നത് ആരൊക്കെയാണ് ശ്രീ ഹാഷ്മി? ഒന്ന്, BJPയുടെ ആലപ്പുഴയിലെ കാൻഡിഡേറ്റും BJP സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരിൽ ഒരാളായ ശ്രീമതി ശോഭാ സുരേന്ദ്രൻ. ഇനി അത് പോകട്ടെ, അത് ശ്രീമതി ശോഭാ സുരേന്ദ്രൻ്റെ ഒരു രാഷ്ട്രീയമാണെന്ന് വിചാരിക്കാം. രണ്ടാമത് അതിനെ ക്യാരി ഓൺ ചെയ്യുന്നത് ആരാണ്? അതിനെ ക്യാരി ഓൺ ചെയ്യുന്നതും എവിഡൻഷ്യലായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നതും ശ്രീ ദല്ലാൽ നന്ദകുമാറാണ്. ഈ ദല്ലാൽ നന്ദകുമാർ പറയുന്നതിനെയെല്ലാം അതേപടി വിഴുങ്ങണം എന്ന് വിചാരിക്കുന്ന ഒരാളേ അല്ല ഞാൻ. അദ്ദേഹവുമായിട്ട് ഒരു തരത്തിലുള്ള ബന്ധം എനിക്ക് അദ്ദേഹത്തെ പറ്റി അറിയുന്നില്ല, അദ്ദേഹത്തിന്റെ ക്രെഡിബിലിറ്റിയെ പറ്റി എനിക്കറിയില്ല. പക്ഷേ ഈ ദല്ലാൽ നന്ദകുമാറിന്റെ വീട്ടിൽ അദ്ദേഹത്തിന്റെ അമ്മയ്ക്ക് പൊന്നാട ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടല്ലേ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജാഥയിൽ പങ്കെടുക്കാതെ ശ്രീ ഇ പി ജയരാജൻ ദല്ലാൽ നന്ദകുമാറിന്റെ അമ്മയ്ക്ക് പൊന്നാട വിരിയിച്ചു കൊടുക്കുവാൻ വേണ്ടിയിട്ട് പോയിട്ടുള്ള ഒരു ഭൂതകാലം. അന്ന് ശ്രീ ഇ പി ജയരാജൻ പറഞ്ഞത് വളരെ അടുത്ത ബന്ധമാണ് ഞങ്ങൾ തമ്മിലെന്ന് പറഞ്ഞ ആ സുഹൃത്ത് ശ്രീ ഇ പി ജയരാജൻ പാർട്ടി പരിപാടി ജാഥ ഒന്ന് ആലോചിച്ച് നോക്കണം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലൊരു പാർട്ടി നടത്തുന്ന ജാഥയിൽ പങ്കെടുക്കാതെ പോയി അമ്മയ്ക്ക് പൊന്നാട ഇട്ട് കൊടുക്കുന്ന തരത്തിലുള്ള ഒരു ബന്ധമുള്ള ആള് ഇന്ന് വന്നിരുന്നിട്ട് പറയുകയാണ് ശ്രീ ഇ പി ജയരാജൻ BJPയിലേക്ക് പോകുവാൻ ചർച്ച നടത്തിയത്. ഇനി മാത്രമല്ല, ഏറ്റവും ഗൗരവതരമായി കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഞങ്ങൾ ആരോപിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണമല്ലേ, തൃശ്ശൂരിൽ ഡീലിംഗ് ഉണ്ട്. തൃശ്ശൂരിലെ ഡീൽ എന്താണ്? തൃശ്ശൂരിൽ BJPക്ക് വേണ്ടി ഒന്ന് കണ്ണടച്ചു കൊടുത്താൽ അവിടെ CPM ഒന്ന് CPIക്ക് വോട്ട് ചെയ്യില്ല. BJPക്ക് വേണ്ടി ഒന്ന് കണ്ണടച്ചു കൊടുത്താൽ ലാവ്ലിൻ കേസ് സെറ്റിൽ ചെയ്ത് തരാം എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ കാര്യം, ഈ ദല്ലാളിനെ മുഖവിലേക്ക് എടുക്കാൻ കഴിയില്ല. അദ്ദേഹത്തിന്റെ ക്രെഡിബിലിറ്റി എത്രത്തോളമാണെന്ന് അറിയില്ല. എനിക്കറിയില്ല അദ്ദേഹം ആരാണെന്നോ അദ്ദേഹത്തിന്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇനി ദല്ലാളിനെ മുഖവിലേക്ക് എടുത്താൽ തന്നെ ഈ ഓഫർ പ്രകാശ് ജാവ്ദേക്കർ മുന്നോട്ട് വെച്ചപ്പോൾ അതൊന്നും നടക്കില്ല എന്ന് ഇ പി ജയരാജൻ പറഞ്ഞു എന്നാണ് പറയുന്നത് നന്ദകുമാർ. അല്ല ശ്രീ ഹാഷ്മി ഞാനൊന്ന് പൂർത്തീകരിക്കട്ടെ. ഞാനൊരു പോയിന്റ് ഓഫ് സസ്പെക്റ്റിൽ തന്നെയാണല്ലോ ശ്രീ ദല്ലാൽ നന്ദകുമാറിനെ നിർത്തിയിരിക്കുന്നത്. എനിക്ക് അദ്ദേഹത്തെ ഒരു പരിചയവുമില്ലാത്ത ഒരാളാണ്, അതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തിന്റെ ക്രെഡിബിലിറ്റിയെ പറ്റി പറയാൻ അറിയില്ല. പക്ഷെ ഞാൻ പറയുന്നത് അദ്ദേഹത്തിന്റെ അമ്മയ്ക്ക് പൊന്നാടയിട്ട് കൊടുക്കാൻ ശ്രീ ഹാഷ്മി അല്ലല്ലോ പോയത്, ഞാനല്ലല്ലോ പോയത്, ഇവിടെ ഇരിക്കുന്ന ശ്രീ പ്രകാശ് മാഷല്ലോ പോയിരിക്കുന്നത്. അവിടെ പോയത് ആരാണ്? അവിടെ പോയിരിക്കുന്നത് ശ്രീ ഇ പി ജയരാജനാണ്. ഞാൻ പറഞ്ഞു വെച്ചത് ഇത് ഇ പി ജയരാജന്റെ ഒറ്റപ്പെട്ട ശ്രമമല്ല എന്നാണ് ഞാൻ പറയുന്നത്. തൃശ്ശൂരിൽ സീറ്റ് ഏത് വിഷയത്തിലാണ്? SLC ലാവലിൽ ഒത്തുതീർപ്പാക്കി കൊടുക്കാൻ പറയുന്നത്. BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ K സുരേന്ദ്രൻ പാലക്കാട്ട് പോയി നടത്തുന്ന പത്രസമ്മേളനം എന്താണ്? പാലക്കാട്ട് ബൈ ഇലക്ഷൻ ഉണ്ടാകില്ല എന്ന് വെച്ചാൽ എന്താ അതിനർത്ഥം? ശ്രീ ഷാഫി പറമ്പിൽ വടകരയിൽ ജയിക്കില്ല എന്ന് ശ്രീ K സുരേന്ദ്രൻ പറഞ്ഞു വെക്കുകയാണ്. എന്നാൽ എന്തുകൊണ്ടാണ് ശ്രീ K സുരേന്ദ്രൻ വടകരയിൽ ഞങ്ങൾ നിർത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥി ശ്രീ പ്രഫുൽ കൃഷ്ണൻ ജയിക്കും എന്നൊരു വാക്ക് പറഞ്ഞില്ലല്ലോ? ശ്രീ പ്രഫുൽ കൃഷ്ണനും അവിടെ മത്സര രംഗത്ത് തന്നെ ഇല്ലല്ലോ. അദ്ദേഹത്തെ പലപ്പോഴും ഞാൻ അവിടെ ചുമതലയുണ്ടായിരുന്ന ഒരാളാണല്ലോ, നമുക്ക് കളത്തിൽ തന്നെ കാണുവാൻ കഴിയില്ലായിരുന്നു. ഞാൻ പറയുന്നു, വടകരയിലും തൃശ്ശൂരിലും ഒക്കെ CPMഉം BJPയും തമ്മിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അവിശുദ്ധ ബാന്ധവമുണ്ടല്ലോ, ആ ബാന്ധവത്തെ കൂടി തകർത്തുകൊണ്ടാണ് കേരളീയ മതേതര പൊതുസമൂഹം ഈ തെരഞ്ഞെടുപ്പിൽ 2020 അതൊരു ആവേശത്തിൽ പറയുന്ന വാചകമല്ല ശ്രീ ഹാഷ്മി, 2020 അടിക്കും. കാരണം എന്താ അറിയോ? ഇവർ ഒരുമിച്ച് നിന്നാൽ പോലും ഇവർ ഒരുമിച്ച് നിൽക്കണമെന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. കഴിയുമെങ്കിൽ ഇവർ ഒറ്റ സ്ഥാനാർത്ഥികളെ നിർത്തണം. ഒറ്റ സ്ഥാനാർത്ഥികളെ നിർത്തിയാൽ മാത്രമേ എന്തുണ്ടാവുകയുള്ളൂ? ജനങ്ങൾ കോർത്തെടുക്കുവാൻ കഴിയുകയുള്ളൂ. 2 കോടി തൊഴിലവസരങ്ങൾ പ്രതിവർഷം തരുമെന്ന് പറഞ്ഞ് പറ്റിച്ചത്, 15 ലക്ഷം രൂപ അവരവരുടെ അക്കൗണ്ടിലേക്ക് ഓരോ ഇന്ത്യക്കാരൻ്റെയും അക്കൗണ്ടിൽ ഇട്ടുകൊടുക്കുമെന്ന് പറഞ്ഞ് പറ്റിച്ചത്, 50 രൂപയ്ക്ക് 1 ലിറ്റർ ഡീസൽ കൊടുക്കുമെന്ന് പറഞ്ഞത്, കള്ളപ്പഴം ഒരു നാട്ടിലെത്തിക്കുമെന്ന് പറഞ്ഞ കേന്ദ്ര സർക്കാരിന്റെ വാഗ്ദാന വഞ്ചനങ്ങൾ ഓർക്കണമെങ്കിൽ ഇവരൊരുമിച്ച് നിൽക്കണം. ഇനി കേരളത്തിൽ വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചത്, വെള്ളക്കരം വർദ്ധിപ്പിച്ചത്, ബസ് ചാർജ് വർദ്ധിപ്പിച്ചത്, പിന്നെ ഇലക്ട്രിസിറ്റി സർചാർജ് വർദ്ധിപ്പിച്ചത്, പെട്രോളിന്റെയും ഡീസലിന്റെയും സെസ് വർദ്ധിപ്പിച്ചത്, നമ്മുടെ വീട്ടുകരം വർദ്ധിപ്പിച്ചത്, നമ്മുടെ കെട്ടിട നിർമ്മാണ നികുതി വർദ്ധിപ്പിച്ചത്, രജിസ്ട്രേഷൻ ഫീസ് വർദ്ധിപ്പിച്ചത്, സ്റ്റാമ്പ് ഡ്യൂട്ടി വർദ്ധിപ്പിച്ചത്, തൊഴിലില്ലായ്മ നിരക്ക് വളരെ വർദ്ധിപ്പിച്ചത്, അഭ്യസ്തവിധരായ തൊഴിൽ അന്വേഷികളായ ചെറുപ്പക്കാർ പരീക്ഷ എഴുതി പാസ്സായതിനു ശേഷം മുട്ടിലിഴഞ്ഞ് ഭിക്ഷ യാചിച്ച് കയ്യിൽ കർപ്പൂരാഴി നടത്തിയിട്ടും ജോലി കിട്ടാത്ത സാഹചര്യങ്ങളെ പറ്റി ഓർക്കുവാൻ, സബ്സിഡൈസ്ഡ് നിരക്കിൽ വിൽക്കേണ്ടുന്ന സപ്ലൈകോയിലെ സാധനങ്ങൾ ലഭ്യമല്ലാത്ത സാധനങ്ങൾക്ക് വിലക്കയറ്റം ഉണ്ടാക്കിയത് അടക്കമുള്ള കാര്യങ്ങൾ ഓർക്കണമെങ്കിൽ ഇവർ ഒരുമിച്ച് നിൽക്കുന്ന ശ്രീ ഹാഷ്മി പറയുന്നു. BJPയുടെയും CPMന്റെയും അവിശുദ്ധ അവിഹിത ബാന്ധവത്തെ ചെണ്ടകൊട്ടി മതേതര മലയാളികൾ തോൽപ്പിക്കും. ശരി, CM പ്രകാശൻ, ഇവിടെ ദല്ലാളത്തെ DPയെ രക്ഷപ്പെടുത്താനാണെങ്കിലും പ്രകാശ് ജാവ്ദേക്കറുമായി ചർച്ച നടന്നൊരു സ്ഥിരീകരണ സ്വഭാവത്തിനുണ്ടായി. BJPയിലേക്ക് പോകാൻ EP 90% ചർച്ചകൾ പൂർത്തിയാക്കിയെന്ന് പിന്നീട് പറയുന്നു. ആലപ്പുഴയിലെ BJP സ്ഥാനാർത്ഥി ആധികാരികമായി പറയലാണ്. അതിനെക്കുറിച്ച്
പറയുന്നത് ഇ പി ജയരാജന്റെ വ്യക്തിയെക്കുറിച്ചല്ല, CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗത്തെക്കുറിച്ചാണ്. അതിൽ ഒരു പ്രതികരണം നടത്തണമെങ്കിൽ CM പ്രകാശം മാഷ് നടത്താം. എന്താണ് നാളെ കേരളം പോളിംഗ് ബൂത്തിലേക്ക് എത്തുമ്പോൾ CPM-ന് കേരളത്തോട് പറയാനുള്ളത്? CM പ്രകാശൻ. അല്ല, CPM-ന് എന്താണ് പറയാനുള്ളത് എന്ന് പറയണമെങ്കിൽ ഇവിടെ നിങ്ങളും അതുപോലെ തന്നെ രാഹുൽ മാക്കൂട്ടത്തിലും ഉന്നയിച്ച ആക്ഷേപങ്ങൾക്കുള്ള മറുപടി പറഞ്ഞിട്ട് വേണമല്ലോ ഇക്കാര്യം പറയാൻ. ഞാൻ ചോദിക്കട്ടെ, ഈ എന്തിനാണ് 24 പോലെയുള്ളൊരു മാധ്യമം തെരഞ്ഞെടുപ്പിന് വെറും 12 മണിക്കൂർ മുമ്പ് ഇത്തരമൊരു കാര്യം സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നുള്ളത് മലയാളി കൃത്യമായിട്ട് മനസ്സിലാവും. പ്രത്യേകിച്ച് ഹാഷ്മിയാണ് ഇതിൻ്റെ ചുമതലക്കാരൻ എന്ന് വരുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, തെരഞ്ഞെടുപ്പിന് പ്രവർത്തനം തുടങ്ങിയിട്ട് എത്ര മാസമായി? 2.5 മാസക്കാലമായി. ഈ 2.5 മാസക്കാലം ഉന്നയിക്കാത്ത ഒരു വിഷയം ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് 12 മണിക്കൂർ മുമ്പ് ഉന്നയിക്കുന്നതിൻ്റെ ന്യായം എന്താ? ഇവിടെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഇതുവരെയുള്ള പ്രവർത്തനം പരിശോധിക്കുമ്പോൾ ഒരു കാര്യം പകൽ വെളിച്ച പോലെ വ്യക്തമാണ്. ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി പറഞ്ഞ പോലെ കേരളത്തിൽ ഇടതു തരംഗമാണ്. ഇവിടെ ഐക്യജനാധിപത്യ മുന്നണി പല സ്ഥലത്തും രംഗത്ത് പോലും ഇറങ്ങിയിട്ടില്ല. അത്തരമൊരു സാഹചര്യത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തിളക്കമാർന്ന വിജയത്തെ എങ്ങനെയെങ്കിലും ഒന്ന് കുറയ്ക്കാൻ വേണ്ടി കഴിയുമോ എന്നൊരു ദുഷ്ടലാക്കല്ലാതെ 24-ൻ്റെ ചർച്ചക്കോ ഹാഷ്മി അതിന് നേതൃത്വം കൊടുക്കുന്നതിലോ അതുപോലെ തന്നെ ഇവിടെ മാക്കൂട്ടത്തിൽ പറഞ്ഞ കാര്യത്തിലോ യാതൊരു കഴമ്പുമില്ല. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ എന്തൊരു തൊലിക്കെട്ടിയാണ് ഇവിടെ കോൺഗ്രസ്സുകാരെ സംബന്ധിച്ച്? ഇന്ത്യയിൽ ഇപ്പോൾ അരുണാചൽ പ്രദേശ് എന്ന സംസ്ഥാനത്ത് 10 സീറ്റിൽ BJP-ക്കാർ ഏകപക്ഷീയമായിട്ട് ജയിച്ചു. ആരാ ആ ജയമുണ്ടായി കൊടുത്തത്? കോൺഗ്രസ് അല്ലേ? നമ്മൾ കണ്ടു ഗുജറാത്തിൽ സൂറത്തിൽ ഒരു സീറ്റിൽ മത്സരിച്ച് അവിടെ ഡമ്മി സ്ഥാനാർത്ഥിയെയും സ്ഥാനാർത്ഥി എല്ലാം പിൻവലിച്ച് BJP-ക്ക് ജയിക്കാൻ ആവശ്യമായ നിലക്കുള്ള സാധ്യത ഉണ്ടായി കൊടുത്തു. ആരാ? കോൺഗ്രസ് അല്ലേ? BJP-ക്ക് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് മത്സരിക്കാതെ സീറ്റ് കിട്ടി. അത് ഉണ്ടാക്കിയ ആളല്ലേ ഇവിടെ ഞങ്ങൾക്കെതിരെ പറയുന്നത്. പിന്നെ ഇവിടെ ഇപ്പോൾ നേരത്തെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയും, ആസാം മുഖ്യമന്ത്രിയായിട്ടുള്ള ഹിമന്ത് ബിസ്വ ശർമ്മ അദ്ദേഹം നടത്തിയിരിക്കുന്ന പ്രസ്താവനകളെല്ലാം ശ്രദ്ധയിലുണ്ട്. കേരളത്തിലുള്ള ഒരുപറ്റം കോൺഗ്രസ് നേതാക്കന്മാർ പ്രാദേശിക പാർട്ടി ഉണ്ടാക്കി NDA-യിൽ ചേരാൻ ഞാനുമായിട്ട് ചർച്ച ചെയ്തു എന്നാണല്ലോ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇത്ര വൃത്തികെട്ട ഒരുപാട് കാര്യങ്ങൾ നടന്ന 2 ദിവസത്തിനുള്ളിലാണ്. അതൊന്നും നിങ്ങൾക്ക് ചർച്ചയല്ല. നിങ്ങൾക്ക് ആരോ പറഞ്ഞിരിക്കുന്ന എന്തോ അത് സംബന്ധിച്ച് ഇ പി ജയരാജൻ കാര്യം പറഞ്ഞല്ലോ. ആ കാര്യത്തിലുള്ള തന്നെ നിലപാടെന്താണ്? പിന്നെന്താ ചർച്ച ചെയ്യേണ്ട വിഷയമുള്ളത്? ഇ പി ജയരാജനൊക്കെ ഇതിന് ഒരുപാട് കാലമായിട്ട് കേരളം അറിയും. നിങ്ങൾ അദ്ദേഹം BJP-യിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ ആരെ വിശ്വസിക്കുക? അത് വെച്ചൊരു ചർച്ച നടത്തുന്നതിന് എന്താ ന്യായമുള്ളത്? ഇവിടെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു പിന്നെ വലിയ നിലക്ക് പിന്നെ ഈ ചർച്ചയുടെ ഒരു പരിസരം അത് കൃത്യമായ നിലക്ക് നിങ്ങൾക്ക് ധാരണ വേണം. ആ പരിസരം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വമ്പിച്ച നിലക്കുള്ള ഭൂരിപക്ഷം ഈ തെരഞ്ഞെടുപ്പ് നേരാൻ പോകുന്നു. ഇതാണ് ഇതിൻ്റെ പരിസരം. പിന്നെ ഞാൻ ചോദിക്കട്ടെ, ഈ 20-20 എന്ന നിലക്ക് കിട്ടുമെന്ന് പറഞ്ഞല്ലോ. 20-20 ജയിച്ചാൽ ഈ കോൺഗ്രസിൻ്റെ എത്ര ആളുകൾ അതിനകത്തുണ്ടാവുമെന്ന് ആർക്ക് പറയാൻ വേണ്ടി കഴിയും? ഇവിടെ സ്ഥാനാർത്ഥിയായി നിർത്തിയ മനുഷ്യൻ, നിങ്ങൾ കാണാൻ വേണ്ടി സൂറത്ത് സീറ്റ് എന്ന് പറയുന്നത് കോൺഗ്രസ്സുകാർ ചോദിച്ചു വാങ്ങിയതാണ് ആം ആദ്മി പാർട്ടിയുടെ കയ്യിൽ നിന്ന് നിർബന്ധിച്ചിട്ട്. എന്നിട്ട് അവിടെ ഒരാൾ മത്സരിപ്പിച്ചിട്ട് ആ സീറ്റ് BJP-ക്ക് പിന്നെ കൊടുത്തിട്ട് നാണമില്ലാതെ വന്ന് പറയുന്നു ഇവിടെ CPM-ഉം അതുപോലെ തന്നെ LDF ഈ BJP തമ്മിൽ എന്തോ ധാരണയുണ്ടെന്ന്. പിന്നെ ഞാൻ ചോദിക്കട്ടെ, ഏതു കാര്യത്തിൽ കേരളം മോശമാണെന്നാണ് ഇവിടെ കോൺഗ്രസ്സുകാർ പറയുന്നത്? നിങ്ങൾ കാണാൻ വേണ്ടി കഴിയും ഇവിടെ നിതി ആയോഗ് പ്രധാനമന്ത്രിയാണല്ലോ ചെയർമാൻ. 24 കാര്യങ്ങളിൽ ഒന്നാമത്തെ സ്റ്റേറ്റ് കേരളമാണ്. സുസ്ഥിര വികസനം ഒന്നാമത് കേരളം, മാനവശേഷ വികസനം ഒന്നാമത് കേരളം, സ്ത്രീ സുരക്ഷ ഒന്നാമത് കേരളം, ക്രമസമാധാനം ഒന്നാമത് കേരളം. ഇപ്പോൾ തൊഴിലില്ലായ്മ സംബന്ധിച്ച് പറഞ്ഞല്ലോ. ഇവിടെ UPSC ഈ കഴിഞ്ഞ 2 ആഴ്ചക്കാലം മുമ്പ് ഒരു കണക്ക് പറഞ്ഞു. അതെന്താ? ഈ കഴിഞ്ഞ കൊല്ലം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ PSC നിയമനം നടന്ന ഒന്നാമത്തെ സ്റ്റേറ്റ് കേരളം. ഇതൊന്നും കോൺഗ്രസ്സുകാർക്ക് കാണാൻ വേണ്ടി കഴിയുന്നില്ലേ? ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ ധനക്കമ്മി കേരളത്തിൽ, ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ റവന്യൂ കമ്മി കേരളത്തിൽ. ഏതു കാര്യത്തിൽ കേരളം മോശമാണ് നിങ്ങൾ പറയുന്നത്? കേന്ദ്ര ഗവൺമെൻറ് കോൺഗ്രസിൻ്റെ പിന്തുണയോടുകൂടി ഈ കേരളത്തെ പൂർണ്ണമായിട്ട് നശിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അതിനെല്ലാം ചെറുത്ത് കേരളം ഒന്നാമതാകുന്നു എന്ന് പറയുന്നത് കോൺഗ്രസ് പ്രയാസം ഉണ്ടാക്കും. അത് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. ഇവിടെ ഒരു സംശയം ഉണ്ടാവേണ്ട കാര്യമില്ല. തെരഞ്ഞെടുപ്പിൻ്റെ ചിത്രം പരിശോധിക്കുന്ന ആർക്കും പകൽ വെളിച്ചം പോലെ കാണാൻ വേണ്ടി കഴിയുന്നത് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വമ്പിച്ച ഭൂരിപക്ഷം നടപ്പെടുന്നു. എന്തുകൊണ്ട്? ഇവിടെ ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് ഇവർക്ക് നരേന്ദ്രമോദി പിന്നെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ഈ വർഗീയതയെ സംബന്ധിച്ച് ഒന്നും പറയാനില്ലല്ലോ. എന്ത് വൃത്തികേടുകളാണ് പ്രധാനമന്ത്രി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അതിനെ സംബന്ധിച്ച് മാക്കൂട്ടത്തിൽ ഒന്നും പറയാനില്ല. BJP-ക്കാർ നിങ്ങളുടെ സ്ഥാനാർത്ഥിയെ തട്ടിക്കൊണ്ടുപോയിട്ട് സീറ്റ് വാങ്ങിയതിനെ കുറിച്ച് ഒന്നും പറയാനില്ല. ഇവിടെ വർഗീയ വിഷം ചീറ്റുന്ന BJP-ക്കാരെ സംബന്ധിച്ച് ഒന്നും പറയാനില്ല. പിന്നെ BJP-യുടെ നില എന്താണെന്നുള്ളത് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. BJP-ക്ക് ഒരൊറ്റ സീറ്റിലും 2ാം സ്ഥാനത്ത് പോലും വരാൻ കഴിയില്ല എന്നുള്ളത് ആർക്കാണ് മനസ്സിലാവാത്തത്? എന്ന് പറയാം ഞങ്ങളും അവരും തമ്മിൽ എന്തോ സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്. ഒരു കാരണം BJP-യുടെ നില എന്താ? കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് അവർക്ക് കിട്ടിയിരിക്കും 15%.
പിന്നെ 12% ഉള്ള MLA സ്ഥാനം പോയി. അതല്ലേ ബി ജെ പി CM പ്രകാശൻ, ശരി CM പ്രകാശ്, താങ്കൾ സമയമെടുത്ത് പറഞ്ഞു ആ കാര്യങ്ങൾ. CM പ്രകാശ്, താങ്കൾ എന്നെ കൂടി വ്യക്തിപരമായി ഞാനെന്തോ അധമപ്പണിക്ക് നേതൃത്വം നൽകുന്നു എന്ന രീതിയിൽ താങ്കൾ എടുത്തു പറയുന്നത് കാരണം ചോദിക്കുകയാണ്. ഇപ്പൊ ഇവിടെ നന്ദകുമാർ പറഞ്ഞത് പോട്ടെ, അതിന് പുല്ലുവില കൊടുത്ത് അദ്ദേഹത്തെ ക്രെഡിബിലിറ്റി ഇല്ലാത്ത ആരോ ഒരാളെന്ന് അധിക്ഷേപിച്ച് കളഞ്ഞാലും സാർ അവിടെ ആലപ്പുഴയിലെ ഒരു സ്ഥാനാർത്ഥി, ആലപ്പുഴയിലെ BJP യുടെ ഒരു സ്ഥാനാർത്ഥി പറയുകയാണ്, EP ജയരാജൻ BJPയിലേക്ക് പോകാനുള്ള ചർച്ചകൾ നടത്തി. EP ജയരാജന്റെ മകൻ എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചു. EP ജയരാജന് വേണ്ടി നന്ദകുമാർ ഫ്ലൈറ്റ് ടിക്കറ്റ് അയച്ചു കൊടുത്ത തെളിവിന്റെ വാട്സാപ്പിലുണ്ട്. ഇതൊന്നും ഇത് വെറും ആരോപണം മാത്രമായി തള്ളിക്കളയണോ? ഒരു വക്കീൽ നോട്ടീസ് അയക്കേണ്ടത് EP ആണോ? അത് കേന്ദ്ര കമ്മിറ്റി ആയിരിക്കുന്നത് CPM ആണോ? CM പ്രകാശൻ, ഒരു വക്കീൽ നോട്ടീസ് എങ്കിലും അയക്കണ്ടേ ശോഭാ സുരേന്ദ്രന്? മുഖ്യമന്ത്രി വലിയ ബട്ട്ലർ, ഞാൻ പറയാം, അത് നാളെയല്ലേ? അത് നമ്മൾ ആലോചിക്കുമല്ലോ. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ മുഖ്യമന്ത്രി വലിയ ചെമ്പിനകത്ത് സ്വർണം കടത്തിയെന്ന് ആരാ പറഞ്ഞിരിക്കുന്നത്? ഇതേ BJPക്കാരല്ലേ? ഞങ്ങൾ കേരളത്തിൽ ഭരിക്കും എന്ന് പറഞ്ഞ ആരാ? ഇതേ BJPക്കാരല്ലേ? 30 സീറ്റ് കിട്ടിയാൽ കേരളം ഭരിക്കും പറഞ്ഞ ആരാ? ഇതേ BJPക്കാരല്ലേ? മുഖ്യമന്ത്രിയാകാൻ ഓഫീസ് തുറന്നിരിക്കുന്നത് ആരാ? ഇതേ BJPക്കാരല്ലേ? ആ BJPക്കാരുടെ വാക്ക് വിശ്വസിക്കേണ്ട ആവശ്യം എന്നുള്ളത് ശോഭാ സുരേന്ദ്രൻ മാത്രമേ BJPക്കാരെല്ലാം പറയല്ലോ. കാരണം അവർക്ക് ഈ കേരളത്തിൽ ഒന്നും നഷ്ടപ്പെടാനില്ല. പ്രകാശം മാഷയെ പറ്റി പറഞ്ഞോ? തീഭയത്തിന് ആവശ്യമില്ലല്ലോ, അവർക്കൊന്നും നഷ്ടപ്പെടാനില്ല. അല്ല, അങ്ങനെയെങ്കിൽ ശോഭാ സുരേന്ദ്രൻ പ്രകാശം മാഷയെ പറ്റി പറഞ്ഞോ? ശോഭാ സുരേന്ദ്രൻ പിണറായി വിജയനെ പറ്റി പറഞ്ഞോ? ശോഭാ സുരേന്ദ്രൻ ഇവിടുത്തെ ഏതെങ്കിലും CPM നേതാക്കളെ പറ്റി പറഞ്ഞോ? താങ്കൾ പറയുന്നത് പോലെ ഉണ്ടയില്ല അവിടെ വെക്കാനാണെങ്കിൽ ആർക്കും എങ്കിൽ പിണറായി വിജയനെ പറ്റി പറഞ്ഞൂടെ? അങ്ങനെ പറയുകയാണെങ്കിൽ പിണറായി വിജയന്റെ മകളെ ഞാൻ BJPയുടെ നേതാവ് രാജഗോപാലുമായി റേസസ് ഹോട്ടലിൽ കണ്ടു എന്ന് പറഞ്ഞൂടെ? അങ്ങനൊന്നും പറഞ്ഞില്ലല്ലോ. പറഞ്ഞത് EP ജയരാജന്റെ പുത്രനെ ഈ പറയുന്ന ഹോട്ടലിൽ BJPയുടെ എന്താണ് ഒരു ഭാഷാ ലിംഗ്വിസ്റ്റിക് വിഭാഗം സംസ്ഥാന നേതാവുമായി ഒരുമിച്ചാണ് ഞാൻ ആദ്യം കാണുന്നത് എന്ന് ആധികാരികമായി പറയുന്നതാണ്. അതിന് മറുപടി വേണം CM പ്രകാശൻ, അതിന് ക്ലാരിറ്റിയോടെ മറുപടി വേണം. ഈ പിണറായി വിജയൻ ക്ലാരിറ്റിയോടെ മറുപടി EP ജയരാജനാണ്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പറയേണ്ടത്. ഇത് പറഞ്ഞിരിക്കുന്ന ആളുകൾക്ക് ഇല്ലെന്ന് ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ. ഒരാളെ സംബന്ധിച്ച് ഉന്നയിക്കുന്ന കാര്യത്തിന് അയാൾ പറയുന്ന വാക്കല്ലേ നിങ്ങൾ വിശ്വസിക്കേണ്ടത്? ഇനി അല്ല, നിങ്ങൾക്ക് തെളിവുണ്ട്, നിങ്ങൾ തെളിവ് പറയൂ. എന്തെങ്കിലും BJPക്കാർക്ക് വേറെ എന്താ പണി? അവർ ഈ പറയുന്ന പോലെ ഇങ്ങനെ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇപ്പോൾ മുഖ്യമന്ത്രിക്കെതിരെ ഒന്നും പറയാതിരുന്നിട്ടുണ്ടോ? MV ഗോവിന്ദ മാഷ്ക്കെതിരെ വല്ലതും പറയാതിരുന്നിട്ടുണ്ടോ? കേസ് കൊടുത്തല്ലോ ഗോവിന്ദ മാഷ്. ഇവിടെ പിന്നെ EP ജയരാജന്റെ ഭാര്യ കേസ് കൊടുത്തല്ലോ പത്രത്തിനെതിരായിട്ട് കളവ് പറഞ്ഞതിന്റെ പേരിൽ. അതൊക്കെ ഏതുതരം കേസുകളാണ്? അതൊക്കെ ഏതുതരം ആരോപണങ്ങളാണ്? അതൊക്കെ രാഷ്ട്രീയ ആരോപണങ്ങൾ തള്ളാമെങ്കിൽ BJPയിലേക്ക് നിങ്ങൾ ഏറ്റവും കൂടുതൽ ചെറുക്കുമെന്ന് അവകാശപ്പെടുന്ന BJPയിലേക്ക് ചർച്ചകൾ 90% പൂർത്തിയാക്കി എന്ന് BJPയുടെ പ്രധാനപ്പെട്ട ഒരു നേതാവ് ആർജവത്തോടെ കേരളത്തോട് പറയുകയാണ്. തെറ്റാണ് നൃത്ത സംബന്ധം എന്ന് കരുത്തോടെ പറയണ്ടേ? EP ജയരാജൻ അദ്ദേഹത്തിന്റെ പാർട്ടിയും അങ്ങനെ പറയുന്നുണ്ടോ ഇതുവരെ? ശുദ്ധ സംബന്ധം സംശയമുള്ളത്. ശോഭാ സുരേന്ദ്രൊക്കെ എന്താ പറഞ്ഞുകൂടാത്തത്? അവരൊക്കെ ഇവിടെ എന്തെല്ലാം പറഞ്ഞിട്ട് നമ്മൾ കേട്ട കാര്യമാണല്ലോ. ഇതുവരെ എന്തെല്ലാം വൃത്തികേടുകൾ അവർ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കേരളം കേട്ടതാണ്. അതിനുള്ള സത്യാവസ്ഥ എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് കേരളത്തിലെ ജനങ്ങൾക്കറിയാം. അതുകൊണ്ടാണല്ലോ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് BJPക്കാരും കോൺഗ്രസ്സുകാരും നിങ്ങളുമെല്ലാം കൊണ്ടുപിടിച്ചിട്ട് കേരളത്തിലെ ഗവൺമെന്റിനെയും മുഖ്യമന്ത്രിയെയും വേട്ടയാടാൻ ശ്രമിച്ചിട്ട് അദ്ദേഹം കേരളത്തിലെ ആദ്യത്തെ 2ാം ഊഴമുള്ള മുഖ്യമന്ത്രിയായത്. LDFന്റെ സീറ്റ് വലിയ രൂപത്തിൽ വർദ്ധിച്ചത്, LDFന്റെ വോട്ടിംഗ് ശതമാനം വലിയ രൂപത്തിൽ വർദ്ധിച്ചത് ജനങ്ങൾ ചിന്തിക്കുന്നതുകൊണ്ടാണ്, ജനങ്ങൾക്ക് അറിയാവുന്നത് കൊണ്ടാണ്. അവസാനം 12 മണിക്കൂർ തെരഞ്ഞെടുപ്പുള്ളപ്പോൾ ഒരു ഉണ്ടയില്ല വെടി നിങ്ങളെല്ലാം കൂടി പൊട്ടിച്ചാൽ വിശ്വസിച്ച് കളയും എന്ന് കേരളത്തെ അറിയുന്ന ആരും തന്നെ ഞങ്ങളെല്ലാം കൂടെ പൊട്ടിക്കുന്നതാണ്. ഇത് കെ സുധാകരൻ തുടക്കം ഇട്ടു, ദല്ലാൽ നന്ദകുമാർ EP രക്ഷിക്കാനെത്തി, EP വാർത്താ സമ്മേളനം നടത്തി, തുടർന്ന് ശോഭാ സുരേന്ദ്രൻ നടത്തുന്നു. ശോഭാ സുരേന്ദ്രൻ എന്തൊക്കെയോ ആരോപണം പറയുന്നു. EPയുടെ മകനയച്ച വാട്സാപ്പ് ചാറ്റിന്റെ ഫോണിലുണ്ടെന്ന് അവകാശപ്പെടുന്നു. ഇത് ഞങ്ങൾ പൊട്ടിക്കുന്നതാണോ? അതാണ് ഞങ്ങൾ പൊട്ടിക്കുന്നത് എങ്ങനെയാണ് അവകാശപ്പെട്ടവിടെ അവിടെ എന്താ? കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങൾ ഇപ്പൊ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, മുഖ്യമന്ത്രി തന്നെ പറഞ്ഞല്ലോ, മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം പോലും ചർച്ചയ്ക്ക് വെക്കാൻ താല്പര്യമില്ല, പത്രത്തിൽ പ്രസിദ്ധീകരിക്കുന്നില്ല. ഇടതുപക്ഷത്തിനെതിരായിട്ട് എന്ത് വാർത്തകളും ചർച്ച ചെയ്യാവുന്നു. അത് എന്താ ഈ കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങൾ ചെയ്യുന്നത്? നിങ്ങൾ ഉൾപ്പെടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷത്തെ വേട്ടയാടാനുള്ള വാർത്തകൾ ഉണ്ടാക്കുകയാണ്. ഇതെല്ലാം മലയാളി മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം കൊടുക്കുന്നില്ല എന്നൊന്ന് പറഞ്ഞാൽ ശരിയാവോ? എല്ലാ വാർത്താ സമ്മേളനം കൊടുക്കുന്നുണ്ട്, വെറുതെ പറയലാണ്. ഓക്കെ, ശരി, എല്ലാ വാർത്താ സമ്മേളനം കൊടുക്കുന്നുണ്ട് CM പ്രകാശൻ, എല്ലാ വാർത്താ സമ്മേളനം കൊടുക്കുന്നുണ്ട്. ഇന്നലെ ഇന്നലെ ഒറ്റ മണിക്കൂറാണ് മുഖ്യമന്ത്രി പിണറായി വിജയനുമായുള്ള ഇന്റർവ്യൂ, എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ ഞങ്ങൾ കൊടുത്തത്. വെറുതെ അങ്ങ് പറയലാണോ? കേരളത്തിൽ ഞാൻ ചോദിക്കട്ടെ, 24 നടത്തിക്കൊണ്ട് 24 ഉൾപ്പെടെയുള്ള
മാതൃഭൂമി, മനോരമ, ഏഷ്യാനെറ്റ്, 24 ഇവരെല്ലാം ചർച്ചക്കിടുന്ന വിഷയങ്ങൾ മലയാളിക്ക് അറിയാലോ. ആ വിഷയങ്ങൾ എന്തിനു വേണ്ടിയാണ് എന്നുള്ളതും മലയാളിക്ക് അറിയാലോ. ചർച്ചയിൽ CPM വിരുദ്ധരായിട്ടുള്ള 3 പേര് CPM ഒരാളെ ചർച്ചയ്ക്ക് പങ്കെടുപ്പിക്കുന്നത് എന്തിനാണെന്നുള്ളത് അറിയാലോ. അതെല്ലാം മലയാളിക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. മലയാളി വിഡ്ഢികളൊന്നുമല്ല. ഈ ഇന്ത്യ രാജ്യത്ത് ഏറ്റവും വിദ്യാഭ്യാസമുള്ള, ചിന്തിക്കാൻ കരുത്തുള്ള ജനതയെ മലയാളികൾ. അവിടെ നിങ്ങൾ എന്തെങ്കിലും നിലയ്ക്ക് ഞങ്ങൾ അവമാനിക്കാൻ ശ്രമിച്ചാൽ അതുകൊണ്ടൊന്നും അപമാനപ്പെട്ടു പോകുന്ന ഒന്നല്ല CPM LDF എന്ന് മനസ്സിലാക്കി നല്ലതാണ്. അത് ഈ തെരഞ്ഞെടുപ്പ് ഫലം വരുന്ന ജൂൺ 4 നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാവുകയും ചെയ്യും. ഒരു സംശയവും വേണ്ട. PR ശിവശങ്കർ നന്ദകുമാറിനെ മുഖവിലേക്ക് എടുക്കുന്നില്ല, നന്ദകുമാറിനെ ഓൺ ചെയ്യുന്നുമില്ല. പക്ഷേ PR ശിവശങ്കർ ജാവദേക്കറുമായി നന്ദകുമാറിന് ബന്ധമുണ്ടെന്നൊരു വിമാനത്താവളത്തിൽ അയാളുടെ വണ്ടിയിൽ പോയി കയറുന്ന വീഡിയോയിലൂടെ കേരളം കണ്ടതാണ് കേട്ടോ. തൃശൂർ ഗസ്റ്റ് ഹൗസിലടക്കം നടത്തിയ 3 ചർച്ചകളുടെ കഥ ഇന്ന് കേരളത്തോട് പറയുകയാണ് ആ പവർ ബ്രോക്കർ. BJPയുടെ സെറ്റിൽമെന്റ് രാഷ്ട്രീയമാണെന്ന് പറയുന്നവരെ പഴിക്കാനാകുമോ ശ്രീ PR ശിവശങ്കർ? വോട്ടെടുപ്പിന്റെ തലേന്നാൾ ഈ ആരോപണങ്ങളുടെ അടക്കം പശ്ചാത്തലത്തിൽ കേരളത്തോട് BJPക്ക് പറയാനുള്ളത് എന്താണ്? നോക്കൂ, ഈ വിവാദനായ ഒരു വ്യക്തി ഇത്തരത്തിലുള്ള പ്രസ്താവനകളും ഇത്തരത്തിലുള്ള ആരോപണങ്ങളും ഇതാദ്യമായിട്ടല്ല. എനിക്ക് ഹാഷ്മിക്കൊക്കെ അറിയാവുന്ന ചരിത്രമായിരിക്കും. 2008 മുതൽ ഇത്തരത്തിലുള്ള പല രീതിയിലുള്ള രാഷ്ട്രീയ ആരോപണങ്ങളും അതുപോലെ തന്നെ പല കേസുകളുടെ ഭാഗമായി ഇടപെടലുകളുമെല്ലാം ഈ നന്ദകുമാർ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാം. അദ്ദേഹം ഇടപെട്ട പല കാര്യങ്ങളിൽ, ഇപ്പോൾ സോളാർ കേസിലാണെങ്കിലും ലാവ്ലിൻ കേസിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ, VS അച്യുതാനന്ദൻ്റെ കാലഘട്ടത്തിൽ, ഐസ്ക്രീം കേസിൽ, റിലയൻസിൻ്റെ ശാഖകൾ, ബ്രാഞ്ചുകൾ തുടങ്ങിയ സമയത്ത് VS അച്യുതാനന്ദനുമായിട്ടുള്ള ഡിസ്കഷൻ, അദാനിയും അച്യുതാനന്ദനുമായിട്ടുള്ള ഡിസ്കഷൻ, മേഴ്സിക്കുട്ടി അമ്മയ്ക്ക് ബോംബെറിഞ്ഞ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ, അതുപോലെ തന്നെ പ്രിയങ്ക എന്നുള്ള നടി കേസിൽ ഇടപെട്ട ഇഷ്യൂവിൽ, അവർക്ക് പണം കൊടുത്തില്ല എന്ന വിഷയത്തിൽ, ഒരു അനന്യകുമാരി ആത്മഹത്യ, ഇങ്ങനെ ഒരു പറഞ്ഞാൽ തീരാത്തത്ര കേസുകൾ ഇദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ട്. അദ്ദേഹം ആരോപിച്ച കേസുകളുണ്ട്, അദ്ദേഹത്തിനെതിരെ വന്ന കേസുകളുണ്ട്, അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളുണ്ട്. ഇതെല്ലാം എനിക്ക് ഏറ്റവും പ്രധാനമായിട്ട് തോന്നിയിട്ടുള്ളത് സോളാർ വിഷയത്തിൽ അദ്ദേഹം ഇടപെട്ട കേസുകളും അതുപോലെ തന്നെ CBI മുന്നോട്ട് വെച്ച കാര്യങ്ങളും നമുക്കറിയാം. അത്തരം കേസുകളിലെല്ലാം ന്യായമില്ല എന്നും ആ കത്തുകൾ തന്നെ വ്യാജമായിരുന്നു എന്ന രീതിയിലുള്ള CBI അന്വേഷണം എല്ലാം ഉണ്ട്. അപ്പോൾ ഓരോരോ കാലഘട്ടത്തിൽ ഓരോരോ സംഘടനകളെയും സംഘടനയിലെ പ്രധാന ആളുകളെയും ടാർഗറ്റ് ചെയ്തിരുന്നു അദ്ദേഹം എന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ പറഞ്ഞത്. അത് ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം VS അച്യുതാനന്ദൻ്റെ കൂടെയായിരുന്നു, ഇപ്പോൾ മറ്റൊരു ആലപ്പുഴക്കാരൻ്റെ കൂടെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത്തരം ആരോപണങ്ങൾ പ്രത്യേകിച്ച് ശോഭാ സുരേന്ദ്രനെല്ലാം പറയുന്നത് മറ്റൊരു ആലപ്പുഴക്കാരനെ രക്ഷിക്കുവാനായിട്ടുള്ള ആരോപണത്തിൻ്റെ ഭാഗമാണ്. കാരണം പ്രത്യേകിച്ച് അവിടെ തന്നെ രാഹുൽ ഗാന്ധിയുടെ ഉത്തമ സുഹൃത്തായിട്ട് പോലും രാഹുൽ ഗാന്ധിയോ എന്തിന് പ്രിയങ്ക ഗാന്ധിയോ ദേശീയ നേതാക്കളോ ആരും അദ്ദേഹത്തെ ഓൺ ചെയ്യാൻ വന്നിട്ടില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാൻ വന്നിട്ടില്ല എന്നുള്ളത് പരാജയം മണത്തപ്പോൾ ശോഭാ സുരേന്ദ്രനെതിരെ കൃത്യമായി ഒരു തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയം പറയുകയാണ്. മറ്റൊരു ബോംബ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ മേഴ്സിക്കുട്ടിയമ്മയുടെ കുണ്ടറയിൽ ഒരു ബോംബ് ഇട്ടുവെങ്കിൽ, ഇവിടെ ഒറിജിനൽ ബോംബ് ഇട്ടുവെങ്കിൽ ഇവിടെ ഒരു തിരഞ്ഞെടുപ്പിൽ ഒരു മറ്റൊരു ബോംബ് ഇട്ടുകൊണ്ട് ഒരു തിരഞ്ഞെടുപ്പിൽ ഗുണകരമാക്കൂ എന്ന് ആലോചിക്കുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിലപ്പുറം അത്തരം വാർത്തകൾക്കൊന്നും ഞാൻ പ്രാധാന്യം കാണുന്നില്ല. അദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങളും അദ്ദേഹം പിൻവലിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ശോഭാ സുരേന്ദ്രൻ പറയുന്നതിനെ മുഖവിൽ കിടക്കുന്നുണ്ടോ BJP? EP ജയരാജൻ 90% BJPയിലേക്ക് വരാനുള്ള ശ്രീ PR ശിവശങ്കർ, EP ജയരാജൻ കേരളത്തിലെ CPMന്റെ ടോപ്പ് 3 നേതാക്കളിൽ പ്രധാനിയാണ്, കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. ആ കേന്ദ്ര കമ്മിറ്റി അംഗം BJPയുമായുള്ള ചർച്ചകൾ 90% പൂർത്തിയാക്കി ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തു കൊടുത്തുപോയി ചർച്ചകൾ നടത്താൻ. അദ്ദേഹത്തിൻ്റെ മകൻ വേറൊരു BJP മുത്തു എന്ന് വിളിക്കുന്ന ആ BJP നേതാവുമായി ഞാൻ അവിടെ കണ്ടു എന്നൊക്കെ പറയുന്നത് BJP ഓൺ ചെയ്യുന്നുണ്ടോ ശ്രീ PR ശിവശങ്കർ? BJPയുടെ അറിവോടെയായിരുന്നു നീക്കങ്ങൾ. അശ്മി, ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ശോഭ എന്നെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ശോഭയ്ക്കായിരുന്നു 8 സംസ്ഥാനങ്ങളുടെ ചാർജ് ഒരു വനിത എന്ന നിലയിൽ. പ്രത്യേകിച്ച് അന്ന് പുതിയ ആളുകളെ ചേർക്കാനുള്ള ചാർജ് ഉണ്ടായിരുന്നു. ഞാൻ അതിലെ ഒരു ജില്ലയുടെ മാത്രം ഒരു സഹ പോലും അല്ല, ഒരു വളരെ താഴ്ന്ന ആ രീതിയിലായിരുന്നു ഞാൻ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് വ്യക്തിപരമായി അറിയില്ല. പക്ഷെ അവർ പറഞ്ഞാൽ തീർച്ചയായിട്ടും ശരിയായിരിക്കും. അത്തരത്തിലുള്ള ചർച്ച നടത്തുന്നുണ്ടാവും. ഞാൻ ഇതിൽ കണ്ടിരുന്നു, വാട്സപ്പ് ചാറ്റ് ചൂണ്ടിക്കാണിക്കുന്നത് കണ്ടിരുന്നു. അവർ ഏത് ഹോട്ടലിൽ ഏത് സമയത്ത് ആരോടൊപ്പം എന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിൽ അവിശ്വസിക്കേണ്ട കാര്യം എന്താ ഉള്ളത്?
ഒരു സംശയവുമില്ല ആ കാര്യത്തിൽ ചർച്ചകൾ നടന്നിട്ടുണ്ടാകും. അത് ഈ പറഞ്ഞ ജയരാജൻ മാത്രമല്ല കേട്ടോ, മറ്റു പലരും കോൺഗ്രസിൻ്റെയും പല നേതാക്കളും ഉണ്ട് എന്ന് ഞാൻ ആ കാലഘട്ടത്തിൽ കണ്ടത്. നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്, പല നേതാക്കളും ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ നമുക്കറിയാം പലരും കോൺഗ്രസിൽ നിന്ന് വീണ്ടും BJP-യിലേക്ക് വന്നിട്ടുണ്ട്. ചർച്ചകൾ കാലാകാലങ്ങളായി നടന്നിട്ടുണ്ട്. അത് CPM-ന്റെ ഒരാളെന്ന് വെച്ചാൽ ഇത് ആദ്യമായിട്ടൊന്നുമല്ല. CPM-ന്റെ ഒരുപാട് MLA-മാരും MP-മാരും ഇപ്പൊ കേരളത്തിൽ തന്നെ ആദ്യമായിട്ട് BJP-യിലേക്ക് വന്ന അതുപോലെയാണോ ഇപ്പോ CPM-ന്റെ കണ്ണൂരിലെ നാടീഞരമ്പായ കണ്ണൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവ് BJP-യുമായി 90% ചർച്ചകൾ പൂർത്തിയാക്കി, അത് പിണറായി വിരട്ടിയതുകൊണ്ട് പോവാതിരുന്നു എന്നൊക്കെ പറയുന്നത് വെള്ളം തൊടാതെ വിഴുങ്ങാൻ കേരളത്തിന് കഴിയുമെന്നാണോ PR ശിവശങ്കർ കരുതേണ്ടത്? അല്ല, അങ്ങനെയാണെങ്കിൽ ഞാൻ കുറച്ച് രാഷ്ട്രീയം കൂടെ പറയാം. നമ്മൾ മനസ്സിലാക്കേണ്ടത് മുഹമ്മദ് റിയാസ് കുറേ നാൾ മുൻപ് ഒരു പ്രസ്താവനയായിട്ട് വന്നിരുന്നു. അതായത് മുഖ്യമന്ത്രിക്കെതിരെ ആരോപണം ഉന്നയിക്കുമ്പോൾ മന്ത്രിമാരോ സീനിയർ നേതാക്കളോ പ്രതിരോധിക്കുവാൻ വരുന്നില്ല, സ്വന്തം ഇമേജിൻ്റെ അകത്ത് കാത്തു രക്ഷിച്ച് മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞ് മുഹമ്മദ് റിയാസ് ഒരു പ്രസ്താവന ഇറക്കിയത് താങ്കളെല്ലാം കണ്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ ശ്രീ നന്ദകുമാറും മറ്റൊരു ആരോപണം ഉന്നയിച്ചിരുന്നു. ബാലൻ, ആ പേര് എനിക്ക് കൺഫ്യൂഷനായിരുന്നു, AK ബാലനും അതുപോലെ തന്നെ EP ജയരാജൻ, അതേപോലെ MA ബേബി, ഗോവിന്ദൻ മാഷ്, ഇവരെല്ലാം ഇത്തരത്തിൽ CPM-ലെ പുതിയ രാഷ്ട്രീയ ധ്രുവീകരണത്തിനെതിരാണ് എന്ന് അദ്ദേഹം ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു. ഇതിന് പലതും ന്യായീകരിക്കാവുന്ന പല പ്രസ്ഥാനങ്ങളും EP ജയരാജൻ്റെയും അതുപോലെ തന്നെ ഗോവിന്ദൻ മാഷിൻ്റെയും എല്ലാം നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ ഒരു സംശയവുമില്ല, ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രാഷ്ട്രീയത്തിൽ വലിയ രീതിയിലുള്ള ഒരു ധ്രുവീകരണത്തിന് സമയമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് BJP-യിലേക്ക് മാത്രമല്ല, അത് കോൺഗ്രസിലേക്ക് ഒരുപക്ഷെ ഉണ്ടാകാം. ഏതായാലും CPM-ൽ ശക്തമായ ഒരു ഗ്രൂപ്പ്, വേറൊരു ഗ്രൂപ്പ്, ഇതുവരെ VS പിണറായി പക്ഷമാണെങ്കിൽ ഇത് മാറിയിരിക്കുന്നു, മറ്റൊരു രീതിയിലുള്ള ഗ്രൂപ്പ് രാഷ്ട്രീയം തുടങ്ങിയിരിക്കുന്നു എന്ന് രാഷ്ട്രീയമായി ബോധമുള്ള ആർക്കും മനസ്സിലാവും. അതിനൊക്കെ ഇപ്പോൾ ഹാഷ്മിക്ക് വേണമെങ്കിൽ അങ്ങനെയല്ല എന്നൊക്കെ പറയാമെങ്കിലും കുറേ നാളുകളായി ഇത്തരത്തിലുള്ള രാഷ്ട്രീയം നടക്കുന്നുണ്ട്. അതുകൊണ്ട് അത് സാധ്യത, അതിന് കൂടുതൽ ശ്രീ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞ കാര്യം നടക്കാനാണ് സാധ്യത എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മറ്റ് സാഹചര്യ തെളിവുകൾ അതിനെ സപ്പോർട്ടും ചെയ്യുന്നുണ്ട്, ഒരു സംശയവുമില്ല. ഞാനതൊരു അപ്പൊളിറ്റിക്കൽ ഇതായിട്ടാണ് പറഞ്ഞത്. അതുകൊണ്ട് സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരാളെ, ഇപ്പൊ താങ്കൾ തന്നെ ചോദിച്ചല്ലോ, എന്തുകൊണ്ട് പ്രകാശം മാഷിന്റെ പേര് പറഞ്ഞില്ല, എന്തുകൊണ്ട് മറ്റുള്ള നേതാക്കളുടെ പേര് പറഞ്ഞില്ല. അപ്പോൾ ഇത്തരം പേരുകൾ പറയുമ്പോൾ അതിന് സാഹചര്യ തെളിവുകൾ കൂടി അതിനെ പിന്തുണയ്ക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഹാഷ്മിക്ക് വരെ അത് വിശ്വസിക്കാനും ഇന്ന് ചർച്ചയ്ക്കെടുക്കാനും തോന്നിയത്. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നില്ല, ഞാൻ ചർച്ചയ്ക്കെടുത്തിട്ടില്ല. ഞാൻ പറഞ്ഞു ഈ ദിവസം വന്ന വിവാദങ്ങളായത് കാരണം പറഞ്ഞു പോകുന്നു കാര്യം, അങ്ങനെ പറഞ്ഞു പോകാതിരിക്കാൻ കഴിയില്ല. ചർച്ചയ്ക്കെടുക്കുന്നത് ഒട്ടും വിശ്വാസ്യത ഇല്ലാത്ത കാര്യം ചർച്ച ചെയ്തല്ലോ, ഒരുപാട് കാര്യം വന്നല്ലോ. ഞാൻ സൂചിപ്പിച്ചത് ഇതിന് മുൻപ് നടന്ന പല കാര്യങ്ങളും, ധാരാളം കാര്യങ്ങളുണ്ട്, അത്തരം കാര്യങ്ങൾ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. പക്ഷേ എനിക്ക് വിഷമം അതല്ല. സത്യത്തിൽ കേരളത്തിലെ ജനത ചർച്ച ചെയ്തത് ഇത് ഈ അവസാനത്തെ കാര്യം മാത്രമല്ല. ജനങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, ഇപ്പം നോക്കൂ, കഴിഞ്ഞ എത്രയോ നാളുകളായി CPM നിരന്തരം പറഞ്ഞിരുന്നത്, ഇപ്പോഴും പറഞ്ഞിരുന്നു, രാഹുൽ പറഞ്ഞു, മണിപ്പൂർ പ്രശ്നത്തിൽ എന്തുകൊണ്ടാണ് CPM-ഉം BJP-യും ഒരുമിച്ച് നിൽക്കുന്നത്, BJP വലിയ രീതിയിലുള്ള ഒരു വിരോധം അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റിയോടുള്ള വിരോധം കാണിച്ചു എന്ന്. നോക്കൂ, CPM അവരുടെ മാനിഫെസ്റ്റോയിൽ മണിപ്പൂർ ഈസ് ആൻ എത്നിക് കോൺഫ്ലിക്റ്റ് എന്ന് പല കുറി പറഞ്ഞേക്കുന്നു. അവരുടെ മാനിഫെസ്റ്റോയിൽ അവർ പറയുന്നു ഇത് ഒരു വംശീയ കലാപമാണെന്ന് 3 തവണ ആവർത്തിച്ച് പറയുമ്പോൾ അവർ ഇതുവരെ പറഞ്ഞ കാര്യം നുണയാണ് എന്ന് പറയുവാനുള്ള ഒരു മാനസികമായ കടമ അതെങ്കിലും മിനിമം പ്രകാശം മാഷ് ഇവിടെ കാണിക്കണ്ടേ. അല്ലെങ്കിൽ അവർ പറയണം ഞങ്ങൾക്ക് മാനിഫെസ്റ്റോയിൽ തെറ്റുപറ്റിയിരിക്കുന്നു. വളരെയേറെ പോളിറ്റ് ബ്യൂറോ മെമ്പർമാരെല്ലാം പഠിച്ച് കാര്യമായി മുന്നോട്ടിറക്കിയ ഈ പറയുന്ന മാനിഫെസ്റ്റോയിൽ തെറ്റുപറ്റിയിരിക്കുന്നു, അല്ലെങ്കിൽ ഞങ്ങൾ കേരളത്തിലെ ജനങ്ങളെ പറഞ്ഞു പറ്റിച്ചിരിക്കുന്നു. ഇത് പറയണ്ടേ. 2, എനിക്ക് മനസ്സിലാകാത്തത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും BJP-യുമായും സഖ്യത്തിലാണ് എന്ന് പറയുന്ന കോൺഗ്രസ്, അതിൻ്റെ ഈ കേരളത്തിലെ ഏറ്റവും വളർന്നു വരുന്ന മറ്റൊരു നേതാവ് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ, അദ്ദേഹം എന്തിനാണ് ഇന്ന് മറ്റു സംസ്ഥാനത്തിൽ CPM-നെ വിജയിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഇത്ര അഹോരാത്രം പണിയെടുക്കുന്നത്? BJP-യുമായിട്ട് സഖ്യകക്ഷികളാണ് കോൺഗ്രസ് എങ്കിൽ അപ്പുറത്ത് തമിഴ്നാട്ടിലും മറ്റുള്ള സ്ഥലത്തും പോയിട്ട് നിങ്ങൾ തന്നെയല്ലേ സീറ്റ് കൊടുത്തേക്കണേ? നിങ്ങൾ തന്നെയല്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇവിടെ അറസ്റ്റ് ചെയ്യണമെന്ന് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ട ശ്രീ പിണറായി വിജയൻ ദ വോയിസ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ് ഇന്ത്യയുടെ വലിയ വികസനത്തിൻ്റെ താരമാണെന്ന് പറഞ്ഞുകൊണ്ട് പരസ്യം ചെയ്തേ? അപ്പം നിങ്ങൾക്കല്ലേ ശരിക്കും ഇരട്ടത്താപ്പ് ഉള്ളത്? കേരളത്തിലെ ജനങ്ങളെ ഇവർ പറഞ്ഞു പറ്റിക്കുകയാണ്. അത് ഒരു കൂട്ടർ ഈ വർഗീയതയുടെ കാര്യം പറഞ്ഞ് എങ്ങനെയെങ്കിലും ക്രിസ്ത്യൻ വോട്ട് കേരളത്തിലെ BJP-ക്ക് കിട്ടരുതെന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രചരണം നടത്തുന്നു. മാനിഫെസ്റ്റോയിൽ ജനങ്ങളുടെ മുൻപിൽ രാജ്യത്ത് മുഴുവൻ മറ്റൊരു കഥ പറയുന്നു. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒപ്പം BJP-യും നിൽക്കുന്നു എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എതിർക്കുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സപ്പോർട്ട് ചെയ്യുന്നു. ഇതാണ് ഇരട്ടത്താപ്പ്. ഇതാണ് കേരളത്തിലെ ജനങ്ങൾ ചർച്ച ചെയ്യുന്നത്. ഒരു സംശയവുമില്ല. നേരത്തെ പ്രകാശം മാഷ് പറഞ്ഞതുപോലെ
ശരി രാഹുൽ, അതിന് മറുപടി പറഞ്ഞോളൂ. PR ശിവശങ്കർ പറഞ്ഞതിന് മറുപടി എന്തിനാണ് ഇരട്ടത്താപ്പ്? രണ്ടാമത് 2020 എന്നുള്ള കോൺഗ്രസിന്റെ സ്വപ്നം മലർപ്പൊടിക്കാരന്റെ സ്വപ്നം എന്ന പ്രകാശം മാഷയുടെ പരിഹാസത്തിന് മറുപടി. അല്ല, ശ്രീ M പ്രകാശൻ മാഷ് പറഞ്ഞതുപോലെ അദ്ദേഹം പറഞ്ഞത് മലർപ്പൊടിക്കാരുടെ സ്വപ്നമാണെന്ന് പറഞ്ഞു. സാരമില്ല, ഞങ്ങൾ കഴിഞ്ഞ തവണ 2020 എന്ന് പറഞ്ഞപ്പോൾ ഇവർ ഇത് തന്നെയാണ് പറഞ്ഞത്. ഞങ്ങൾക്ക് 19 സീറ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് നഷ്ടമായ ഏക സീറ്റ് ആലപ്പുഴയായിരുന്നു. ആ ആലപ്പുഴ കൂടി തിരികെ പിടിക്കുവാൻ വേണ്ടിയിട്ടാണ് ശ്രീ KC വേണുഗോപാലിനെ പോലെ ടോൾ ഫിഗറിനെ ഞങ്ങൾ മത്സരിപ്പിക്കുന്നത്. ശ്രീ ശിവശങ്കരൻ, അദ്ദേഹത്തിന് കോൺഗ്രസിൻ്റെ ക്യാമ്പയിനെ പറ്റി വലിയ ധാരണയില്ലാത്തതുകൊണ്ടായിരിക്കണം. അദ്ദേഹം പറഞ്ഞു KC വേണുഗോപാൽ പരാജയപ്പെടുമോ എന്ന ആശങ്കയിലാണ് ശ്രീ രാഹുൽ ഗാന്ധി വരാത്തതെന്ന്. അത് അദ്ദേഹം മാധ്യമങ്ങൾ കാണാത്തത് കൊണ്ടായിരിക്കും തെരഞ്ഞെടുപ്പ് തിരക്കിനിടയിൽ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ശ്രീ രാഹുൽ ഗാന്ധിക്ക് ശാരീരികമായ ബുദ്ധിമുട്ടുകളുണ്ടായി. രാഹുൽ ഗാന്ധി 22ഉം 23ഉം ഡേറ്റുകളിൽ സ്കെഡ്യൂൾ ചെയ്തിരുന്നത് ആലപ്പുഴയും വയനാടുമായിരുന്നു. ആലപ്പുഴയിൽ ഒരു വലിയ റോഡ് ഷോ, അദ്ദേഹത്തിൻ്റെ ഏറ്റവും ക്ലോസ് അസോസിയേറ്റ് എന്ന നിലയിൽ ശ്രീ KC വേണുഗോപാലിന് വേണ്ടിയിട്ടുള്ളൊരു വലിയ റോഡ് ഷോയും 23-ാം തീയതി അദ്ദേഹത്തിൻ്റെ സ്വന്തം മണ്ഡലമായ വയനാട്ടിലുള്ള പ്രവചനവും, ഇത് രണ്ടും എല്ലാ മാധ്യമങ്ങളിലൂടെയും അതിൻ്റെ അറിയിപ്പുകളെല്ലാം കിട്ടിയതാണ്. പക്ഷേ അതിനുശേഷം അദ്ദേഹത്തിന് ശാരീരികമായ ചില രോഗാവസ്ഥകളുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിൻ്റെ സ്കെഡ്യൂളുകൾ ആലപ്പുഴയിൽ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ സ്വന്തം മണ്ഡലത്തിൽ, ഇപ്പോൾ വയനാട്ട്, ഇപ്പോൾ താങ്കൾ പറഞ്ഞ യുക്തി വെച്ചിട്ടാണെങ്കിൽ വയനാട്ടിൽ രാഹുൽ ഗാന്ധി വിജയിക്കില്ല എന്ന ഏതെങ്കിലും ആശങ്ക അവിടെ സുരേന്ദ്രന് പോലുമില്ലല്ലോ. ശ്രീ സുരേന്ദ്രൻ അവിടെ മത്സരിക്കുന്ന ശ്രീമതി ആനി രാജയ്ക്ക് പോലുമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടല്ല, അത് ശാരീരികമായൊരു അസ്വസ്ഥതയുടെ ഭാഗമായിട്ടുള്ളതാണ്. അതവിടെ നിൽക്കട്ടെ. അത്തരം ചൈൽഡിഷ് ആയിട്ടുള്ള ആർഗ്യുമെൻസിനൊന്നും മറുപടി പറഞ്ഞ് ഒരുപാട് സമയം കളയേണ്ട കാര്യമില്ല. പിന്നെ താങ്കൾക്ക് തിരഞ്ഞെടുപ്പ് നടക്കുന്ന റിസൾട്ട് വരുന്ന ദിവസം വരെ ആലപ്പുഴ ആഗ്രഹിക്കാം, പ്രതീക്ഷിക്കാം. പക്ഷെ ഒരു തർക്കവും വേണ്ട, ആലപ്പുഴയിൽ വലിയ ഭൂരിപക്ഷത്തിന് ശ്രീ KC വേണുഗോപാൽ ആലപ്പുഴയുടെ MP ആയി വരുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അതവിടെ നിൽക്കട്ടെ. ഇവിടെ അദ്ദേഹം ചോദിച്ചൊരു പ്രധാനപ്പെട്ട ചോദ്യം, എന്തുകൊണ്ടാണ് കേരളത്തിന് പുറത്ത് CPM-ന് വേണ്ടിയിട്ട് BJP-ക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ കോൺഗ്രസ് ഒപ്പം നിൽക്കുന്നത്? മറ്റ് സംസ്ഥാനങ്ങളിലെ CPM നേതാക്കന്മാരെ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ അവരെ ക്രെഡിബിളായി വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് ഞങ്ങൾ പല സ്ഥലങ്ങളിൽ, ഇപ്പോൾ തമിഴ്നാട്ടിൽ സു വെങ്കടേഷ് അദ്ദേഹം മത്സരിക്കുന്ന സിറ്റിംഗ് സീറ്റിൽ അദ്ദേഹത്തിൻ്റെ ചെറിയ പടവും രാഹുൽ ഗാന്ധിയുടെ വലിയ പടവും വെച്ചിട്ടുള്ള പോസ്റ്ററുകളാണ് അടിച്ചിരിക്കുന്നത്. തിരിച്ചും മറിച്ചും വിശ്വാസമാണ്. പക്ഷേ വാളയാറിനിപ്പുറത്തുള്ള CPM ദൗർഭാഗ്യവശാൽ RSSന് കേരളത്തിലൊരു വലിയ രാഷ്ട്രീയ ഫ്രണ്ടൽ ഇല്ലാത്തതുകൊണ്ട് RSSന് ഏറ്റവും ഒന്നാമത്തെ രാഷ്ട്രീയ ഫ്രണ്ടലായി കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് CPM-ആണ്. ഞാൻ പറഞ്ഞൊരു പ്രധാനപ്പെട്ട ആർഗ്യുമെൻ്റ് എന്താണ് ശ്രീ പ്രകാശ് മാഷ് മറുപടി പറയാത്തത്? നിങ്ങളുടെ പാർട്ടി സെക്രട്ടറി ശ്രീ MV ഗോവിന്ദൻ അദ്ദേഹം ആവേശത്തോടു കൂടി പറയുകയാണ്, അദ്ദേഹം ചലഞ്ച് ചെയ്താൽ ഞാനത് പ്ലേ ചെയ്യാൻ തയ്യാറാണ്, ആവേശത്തോടു കൂടി പറയുകയാണ് ഗുജറാത്തിൽ BJP-യുടെ മുന്നേറ്റം ഉണ്ടാകും. അതെങ്ങനെയാണ് ശ്രീ പ്രകാശ് മാഷെ, നമ്മൾ ഒരുമിച്ച് മത്സരിക്കുന്ന BJP-ക്കെതിരായിട്ടുള്ള ഒരു പോരാട്ടം നടത്തുന്ന ഒരു സംസ്ഥാനത്തിനകത്ത് BJP-യുടെ വലിയ മുന്നേറ്റം ഉണ്ടാകുമെന്ന് നിങ്ങൾക്ക് പറയുവാനായിട്ട് കഴിയുന്നത് എങ്ങനെയാണ്? ഒന്ന്. പിന്നെ താങ്കൾ ചോദിച്ചു, അരുണാചൽ പ്രദേശിൽ BJP ചില സീറ്റുകളിൽ എതിരില്ലാതെ ജയിച്ചു, അതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം കോൺഗ്രസിൻ്റെ. ശരി, കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ മത്സരിക്കാൻ ഞങ്ങൾക്ക് തക്കതായ സ്ഥാനാർത്ഥികളെ ലഭിച്ചില്ല, മത്സരിക്കാത്തതിൻ്റെ ഉത്തരവാദിത്വം ഞങ്ങൾ ഏറ്റെടുക്കാം. CPM എന്താ സാറേ മത്സരിക്കാഞ്ഞത്? CPM നോമിനേഷൻ കൊടുക്കാൻ പോയപ്പോൾ ഞങ്ങൾ കൈ കയറി പിടിച്ചോ? പാടില്ല, കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ കൈ കയറി പിടിച്ചോ? ഇല്ലല്ലോ. അപ്പം നിങ്ങളവിടെ നോമിനേഷൻ കൊടുക്കാത്തതുകൊണ്ടായിരിക്കുമല്ലോ BJP താങ്കൾ പറഞ്ഞതുപോലെ എതിരില്ലാതെ ജയിച്ചിട്ടുള്ളത്. അപ്പം നമുക്ക് രണ്ടുപേർക്കും ഉണ്ടായ വീഴ്ചയിൽ നിങ്ങൾ വൈകുന്നേരം അന്തിച്ചർച്ചയ്ക്ക് വന്നിരുന്നിട്ട് ഈ കോൺഗ്രസിൻ്റെ തലയിൽ മാത്രം കയറുന്നതിനകത്ത് ഒരു ഇരട്ടത്താപ്പില്ലേ? അതൊരു പ്രധാനപ്പെട്ട വിഷയമല്ലേ? പിന്നെ ദല്ലാൽ നന്ദകുമാറിനെ ആരാണ് സർ ഗ്ലോറിഫൈ ചെയ്തത്? പ്രകാശ് മാഷ് പറയൂ. ദല്ലാൽ നന്ദകുമാർ ഒരു കാലഘട്ടം മുഴുവൻ VS അച്യുതാനന്ദൻ്റെ പരിച്ഛേദമായി നടന്നിരുന്ന ആളാണ്. അതിനുശേഷം ഇപ്പോൾ ദല്ലാൽ നന്ദകുമാറുമായിട്ട് ഏറ്റവും വലിയ ആത്മബന്ധമുള്ള ആളുകൾ ആരൊക്കെയാണ്? ഒന്ന്, പ്രകാശ് ജാവദേക്കർ, നമ്മളെല്ലാവരും കണ്ടിട്ടുള്ള വിഷ്വൽസും ഫൂട്ടേജുകളും ഉണ്ട്. രണ്ട്, ഈ ദല്ലാൽ നന്ദകുമാറിൻ്റെ അമ്മയ്ക്ക് പൊന്നാട അണിയിക്കുവാൻ വേണ്ടി പാർട്ടി യാത്ര മാറ്റിവെച്ചിട്ട് ശ്രീ EP ജയരാജൻ എന്ന് പറയുന്ന നിങ്ങളുടെ മുന്നണി കൺവീനർ വരുന്നതിനെ പറ്റി താങ്കൾ എന്താണ് പറയാത്തത്? ഇനി അത് രണ്ടും മാറ്റി വെച്ചോളൂ. എങ്ങനെയാണ് BJP-യുടെ സ്ഥാനാർത്ഥികൾ പ്രഗത്ഭരാണ് എന്ന് LDF-ന്റെ മുന്നണി കൺവീനർക്ക് പറയാൻ കഴിയുന്നത്? ഏതെങ്കിലും കോൺഗ്രസിൻ്റെ ഒരു ബൂത്ത് പ്രസിഡന്റെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു ബൂത്ത് പ്രസിഡന്റ്? നിങ്ങളുടെ LDF-ന്റെ കൺവീനറാണ്, നിങ്ങൾ ഒന്നാമത്തെ ആളാണ്. ഈ LDF കൺവീനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CPM-ഉം BJP-യും തമ്മിൽ കൺവീൻ ചെയ്യുന്ന ആ ചുമതലയിലിരിക്കുന്ന ആളെയാണോ നിങ്ങൾ LDF കൺവീനർ എന്ന പദവിയിൽ കൊണ്ടുവന്നിരുത്തുന്നത്? അതാണോ അദ്ദേഹത്തിന്റെ ആ ലൈസനിങ് ആണോ? CPM BJP ലൈസനിങ് ആണോ അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തം? കോൺഗ്രസിന്റെ ഒരു ബൂത്ത് പ്രസിഡന്റെങ്കിലും പറഞ്ഞിട്ടുണ്ടോ BJP-യുടെ ഏതെങ്കിലും സ്ഥാനാർത്ഥികൾ പ്രഗത്ഭരാണെന്ന്? മതേതര കേരളം പറയുന്നുണ്ട് BJP-യുടെ ഒരു സ്ഥാനാർത്ഥികളും പ്രഗത്ഭരല്ല. ഒറ്റൊരാൾ പോലും രണ്ടാം സ്ഥാനത്ത് പോലും എത്തുവാൻ കഴിയുന്നില്ല. നമ്മൾ തമ്മിൽ മത്സരിക്കുമ്പോൾ ഞാൻ ആത്മവിശ്വാസത്തോടു കൂടി പറയുകയല്ലേ ശ്രീ പ്രകാശ് മാഷ്, ഒറ്റ സീറ്റിൽ പോലും BJP രണ്ടാം സ്ഥാനത്ത് പോലും വരാൻ പോകുന്നില്ല. BJP കേരളത്തിൽ എല്ലാ മണ്ഡലങ്ങളിലും 3-ാം സ്ഥാനത്ത് പോകും. ഒരു തർക്കവും വേണ്ട. മത്സരം നമ്മൾ തമ്മിൽ, ഒന്നാമത് ഞങ്ങൾ, രണ്ടാമത് നിങ്ങൾ. അങ്ങനെ തന്നെയാണ് കേരളത്തിന്റെ പരിച്ഛേദം, അങ്ങനെ തന്നെയാണ് കേരളം മതേതരമായി നിലനിന്ന് പോകുന്നത്. അപ്പോൾ അവിടെ നിൽക്കുമ്പോൾ ഈ നന്ദകുമാറിനെ ഒന്നും തലയിലെടുത്ത് വെച്ചുകൊണ്ട് ഒരു കാലഘട്ടത്തിലും ഒരു കോൺഗ്രസ് നേതാവ് നടന്നിട്ടില്ല ശ്രീ പ്രകാശ് മാഷെ.
നന്ദകുമാർ എല്ലാ കാലഘട്ടത്തിലും ദല്ലാളായിരുന്നത് നിങ്ങളുടെ ചെയ്തികൾക്കാണ്. അത് ഏതെല്ലാം ചെയ്തികളായിക്കോട്ടെ, ഓരോ ചെയ്തികളായി എന്നെ കൊണ്ട് പറയിക്കാതിരിക്കുന്നതായിരിക്കും വൃത്തി. അത് ഇന്ന് രോഗബാധിതനായി കഴിയുന്ന ഒരു മനുഷ്യനെ ഞാൻ ആക്ഷേപിക്കുന്നില്ല. ശ്രീ വി എസ് അച്യുതാനന്ദന്റെ കാലം തൊട്ട് ഇ പി ജയരാജന്റെ കാലം വരെ അദ്ദേഹം നിങ്ങളുടെ ക്രൈം പാർട്ണറാണ്, നിങ്ങളുടെ ക്രൈം ഡീലിങ്സ് നടത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ്, ഞങ്ങളുടെ അല്ല. ഞങ്ങളുമായി ഒരു ബന്ധമില്ല അദ്ദേഹത്തിന്. അപ്പൊ അതുകൊണ്ട് അത്തരം കാര്യങ്ങളെ പറ്റി ഞങ്ങൾ പറയുന്നില്ല. ചർച്ച നന്ദകുമാറിനെ മുഖവിലേക്ക് എടുക്കുകയാണെങ്കിൽ നന്ദകുമാറിനെ ഞാൻ മുഖവിലേക്ക് എടുക്കുകയാണെങ്കിൽ കെ സുധാകരൻ KPC അധ്യക്ഷൻ അല്ലായിരുന്നെങ്കിൽ BJPയുടെ സംസ്ഥാന അധ്യക്ഷനാകുമായിരുന്നു പറഞ്ഞു. 45% രമേശ് ചെന്നിത്തല BJPയുമായി ചർച്ചകൾ നടത്തിയിരുന്നു എന്ന് പറഞ്ഞു. PMO ഇടപെട്ട് ആര് മുഖാന്തരം PK കുഞ്ഞാലിക്കുട്ടിയിലേക്ക് BJPയിലെ ക്ഷണം പോയി എന്ന് പറഞ്ഞു. നന്ദകുമാറിനെ മുഖവിലേക്ക് എടുക്കുകയാണെങ്കിൽ ഏകപക്ഷീയ മുഖവിലേക്ക് എടുത്തുകൂടാ രാഹുൽ? അല്ല ശ്രീ ഹാഷ്മി, താങ്കൾ എൻ്റെ വാചകത്തെ ഒന്നുകൂടെ റീവൈൻഡ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് കേട്ടാൽ മതി. ഈ ദല്ലാൽ നന്ദകുമാറിനെ ഒരു ഘട്ടത്തിലും ഞങ്ങൾ ഓൺ ചെയ്തിട്ടില്ലെന്നല്ലേ ഞാൻ പറഞ്ഞത്. ദല്ലാൽ നന്ദകുമാർ ഇപ്പൊ പ്രകാശ മാഷയെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് ഒരു അസ്വാഭാവികത തോന്നാം. പക്ഷേ ദല്ലാൽ നന്ദകുമാറുമായി കണക്റ്റഡായി വാർത്ത വരുന്ന ആരെ പറ്റിയാണ്? EP ജയരാജനെ പറ്റിയാണ്. ആ EP ജയരാജനും ദല്ലാൽ നന്ദകുമാറും തമ്മിൽ വിസിബിളി നമുക്ക് ബോധ്യമുള്ള ഒരു എവിഡൻഷ്യൽ വാല്യൂ ഉള്ള ഒരു കാര്യത്തെ പറ്റിയിട്ടാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ ദല്ലാൽ നന്ദകുമാർ പറഞ്ഞ എല്ലാ വാചകങ്ങളെയും വേദവാക്യങ്ങളായി ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഇനിയും ശ്രീ കെ സുധാകരനെതിരായിട്ട് മാത്രമാണോ അദ്ദേഹം ആക്ഷേപം ഉന്നയിച്ചിട്ടുള്ളത്? എത്ര കാലമായി കോൺഗ്രസ് വിരുദ്ധതയാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം? അത് നമുക്ക് അറിവുള്ള സോളാർ കാലഘട്ടം തൊട്ട് എത്രയോ കാലഘട്ടത്തിൽ കോൺഗ്രസ് നേതാക്കന്മാരെ വ്യക്തിപരമായി അധിക്ഷേപിക്കുവാനും തേജോവധം ചെയ്യുവാനും CPM ഉപയോഗിച്ചിട്ടുള്ളൊരു പവർ ബ്രോക്കറാണ് അദ്ദേഹം. അതിനകത്ത് ആർക്കാ തർക്കമുള്ളത്? ഞാൻ പറഞ്ഞത് അതിനകത്ത് കൗതുകകരമായി എനിക്ക് തോന്നിയത്, ഞാൻ എൻ്റെ പ്രസ്താവനയുടെ ആദ്യ വാചകം തൊട്ട് പറയുന്നു, ശ്രീ ദല്ലാൽ നന്ദകുമാറും ഞാനും തമ്മിലൊരു ബന്ധവുമില്ല, അദ്ദേഹത്തിൻ്റെ ക്രെഡിബിലിറ്റിയെ പറ്റി എനിക്ക് അറിയുകയുമില്ല. പക്ഷേ ഉറ്റ സുഹൃത്തുമായി റിലേറ്റഡ് ആയ ഒരു ഇഷ്യൂ വരുന്നതുകൊണ്ട് മാത്രമേ കോട്ട് ചെയ്യുന്നത്. അത് അവിടെയും ഞാൻ പരിമിതപ്പെടുത്തിയില്ലല്ലോ. ഞാൻ മറ്റെത്രയോ തെളിവുകൾ പറഞ്ഞു. ഞാൻ ഇതിനേക്കാൾ ഇന്ന് ദല്ലാൽ നന്ദകുമാർ പറഞ്ഞ വാചകത്തേക്കാൾ ശോഭാ സുരേന്ദ്രൻ പുറത്തുവിട്ട തെളിവുകളേക്കാൾ അല്ലെങ്കിൽ പ്രകാശ് ജാവദേക്കറിൻ്റെതായി പറയുന്ന എവിഡൻഷ്യൽ കാര്യങ്ങളെക്കാൾ ഞാൻ പ്രസക്തമായി കൊടുക്കുന്നത് CPMന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ ഹാഷ്മി എന്തുകൊണ്ടാണ് അത് ചോദ്യമായി ചോദിക്കാത്തത്? CPMന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി വളരെ ആവേശത്തോടു കൂടി പറയുകയാണ്. ഇപ്പോൾ EP ജയരാജൻ പറയുന്നതിനെ നമുക്ക് വേണമെങ്കിൽ EP ജയരാജൻ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ വിട്ട് പറഞ്ഞിട്ടുള്ള ഒരാളാണെന്ന് പറഞ്ഞിട്ടുള്ള ആനുകൂല്യം കൊടുക്കാം. ശ്രീ MV ഗോവിന്ദൻ മാഷ് അങ്ങനെയാണോ? ശ്രീ MV ഗോവിന്ദൻ മാഷ് അവരുടെ പാർട്ടിക്കാർ പറയുന്ന അളഞ്ഞു തൂക്കി പറയേണ്ടത് മാത്രം പറയുന്ന ആളായിട്ട് കരുതപ്പെടുന്ന ഒരാളല്ലേ അവരുടെ പാർട്ടിക്കാർക്കിടയിൽ? ഞാനത് കേട്ടിട്ടില്ല രാഹുൽ. എനിക്ക് നയിച്ചാണെന്ന് അഭ്യർത്ഥിക്കുകയാണ്. MV ഗോവിന്ദൻ അങ്ങനെ പറയുമെന്ന് ഞാൻ കരുതുന്നില്ല. MV ഗോവിന്ദൻ ഗുജറാത്തിൽ BJP പമ്പിച്ച വിജയം നേടുന്ന MV ഗോവിന്ദൻ പറയുന്നു. മാതൃഭൂമി ചാനലിൽ ഞാൻ പറയാം, മാതൃഭൂമിയുടെ സീനിയർ ജേർണലിസ്റ്റ് ആയ ശ്രീ അഭിലാഷ് മോഹനുമായി നടത്തിയ അഭിമുഖത്തിൽ വളരെ ക്ലാരിറ്റിയോട് കൂടിയിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. താങ്കൾക്ക് ഞാൻ പറയുമ്പോൾ ഉണ്ടാകുന്ന അവിശ്വാസം അതേ അവിശ്വാസം തന്നെയാണ് എനിക്കത് കാണാൻ കഴിഞ്ഞില്ല ഈ ദിവസം തിരക്കുകൾക്കിടയിൽ. അത് ഒന്ന് അയച്ചു തരണം അഭ്യർത്ഥിക്കണം. ഞാൻ എത്താം. ശിവപ്രകാശൻ ഇവിടെ MD രമേശിന്റെ NDA സ്ഥാനത്ത് MD രമേശിന് ഒരു പ്രചാരണാപത്രത്തിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു വാചകം കൊണ്ട് എന്ന് പറഞ്ഞാൽ LDF കൺവീനർ തന്നെ കോഴിക്കോട് സ്ഥാനാർത്ഥി മികച്ച സ്ഥാനാർത്ഥിയാണെന്ന് പറഞ്ഞതാണ് എന്ന് പറഞ്ഞ ഒരു വാചകം. അത് സത്യമാണോ, സത്യാനന്തരകാലമാണ്, അത് കാരണം അത് ഫേക്കാണോ എന്ന് എനിക്കറിയില്ല. ഈ EP ജയരാജൻ പാർട്ടിക്ക് ഉണ്ടാക്കി വെക്കുന്ന പുകിലുകൾ എത്രയാണെന്ന് ബോധ്യമുണ്ടോ ശിവപ്രകാശൻ നിങ്ങൾക്ക്? ഇതിൽ ഏതെങ്കിലും BJP നേതാക്കന്മാർ പറഞ്ഞ എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് വിശദീകരണം തരാനൊന്നും ഞാൻ ഉത്തരവാദിയല്ല, അതിൻ്റെ കാര്യമില്ല. പിന്നെ ഇവിടെ ഇപ്പോൾ പറയുന്ന കേട്ടപ്പോൾ MV ഗോവിന്ദൻ മാഷ് ആവേശത്തോടെ ഈ പറയുന്ന ഗുജറാത്തിൽ BJP വരും. MV ഗോവിന്ദൻ മാഷയുടെ രാഷ്ട്രീയ ജീവിതമൊക്കെ ഒരു തുറന്ന പുസ്തകമല്ലേ? 24 മണിക്കൂറും BJPക്കെതിരെ അതിശക്തിമത്തായിട്ട് തീപ്പൊരി പോലെ പ്രസംഗിക്കുന്ന ഗോവിന്ദൻ മാഷ് ആവേശത്തോടെ ഗുജറാത്തിൽ BJP വരും എന്ന് പറയുന്നു പറഞ്ഞാൽ ആരാത് വിശ്വസിക്കുക? എന്തേ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ട് ഓരോ കുറ്റ കോൺഗ്രസ് നേതാവും ആ കാര്യം ഉന്നയിച്ചു കണ്ടില്ലല്ലോ. അപ്പോൾ അവസാന നിമിഷം എന്തെങ്കിലും പറഞ്ഞ് രക്ഷപ്പെടുക എന്നൊരു നിലയെടുക്കുന്നത് ഒരു കാരണവശാലും ശരിയായിട്ടൊരു കാര്യമല്ല. പിന്നെ അരുണാചൽ പ്രദേശത്തെക്കുറിച്ച് ഇവിടെ പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, അവിടെ 10 സ്ഥലത്ത് സ്ഥാനാർത്ഥി കിട്ടിയതെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എത്ര കോൺഗ്രസിൻ്റെ സീറ്റ്? 44, 60-ൽ 44. അത് 43 പേരും BJPയിലേക്ക് പോയി. ആ സ്റ്റേറ്റല്ലേ അരുണാചൽ പ്രദേശ്? ഞങ്ങളുടെ പാർട്ടിക്ക് അവിടെ വലിയ സ്വാധീനമൊന്നുമില്ല. അവിടെ 10 സീറ്റിൽ മത്സരിക്കാതെ BJP ജയിപ്പിച്ചിട്ട് ഇവിടെ പറയുന്നു മറ്റു പാർട്ടിക്കാരും BJP തമ്മിൽ എന്തോ ബാന്ധവമാണ് എന്ന്. പിന്നെ ഇവിടെ ഇപ്പോൾ ദല്ലാൽ നന്ദകുമാർ, ഞാൻ ചോദിക്കട്ടെ, അദ്ദേഹത്തിൻ്റെ എല്ലാം വർത്തമാനത്തിൻ്റെ മേലെ രാഷ്ട്രീയ നേതാക്കന്മാർ ചർച്ച ചെയ്യേണ്ട ആവശ്യം എന്തുള്ളത്? ഞങ്ങളും ഒരിക്കലും അദ്ദേഹത്തെ ഓൺ ചെയ്തിട്ടില്ല. അദ്ദേഹം പല കാര്യങ്ങളും പറയുന്നുണ്ട്.
അദ്ദേഹം പലർക്കും അനുകൂലമായിട്ട് പറയുന്നുണ്ട്, പലർക്കും എതിരായിട്ട് പറയുന്നുണ്ട്, സത്യമല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്, വസ്തുതാവിരുദ്ധമായ കാര്യം പറയുന്നുണ്ട്, ചില വസ്തുതയും പറയുന്നുണ്ട്. അത് കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത് ഒരു വലിയ ചർച്ചാ വിഷയമാക്കാൻ ഈ മാധ്യമങ്ങൾ ഇടപെടേണ്ട കാര്യം എന്തുള്ളത്? അതൊരു വലിയ വിഷയമായിട്ട് കോൺഗ്രസ് ഉന്നയിക്കേണ്ട ഒരു കാര്യം എന്തുള്ളത്? അതുകൊണ്ട് ഇവിടെ ഇപ്പോൾ വലിയ നിലക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2019 19 സീറ്റ് നേടിയില്ല ഞങ്ങൾ എന്ന് പറയുമ്പോൾ 2021 ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നുവെന്ന് മറന്നുപോയി നിങ്ങൾ? അത് 19 ശേഷമാണ്. അവിടെയാണ് ഞാൻ പറഞ്ഞത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ LDFന് ഏറ്റവും ഏറെ വോട്ട് കിട്ടിയത്, ഏറ്റവും ഏറെ സീറ്റ് കിട്ടിയത്, തിളക്കമാർന്ന വിജയം ഈ കേരളത്തിന് 2ാം ഊഴം ആദ്യമായി കിട്ടിയത്. അതിനുശേഷമുള്ള തെരഞ്ഞെടുപ്പ് ഇതല്ലേ? നിങ്ങൾ ഏറ്റവും ഒടുവിൽ നടന്ന തെരഞ്ഞെടുപ്പ് 21 തെരഞ്ഞെടുപ്പല്ലേ? പിന്നെ 19 അങ്ങനെ പിന്നെ 2002 തെരഞ്ഞെടുപ്പില്ലേ? അതിൽ 18 സീറ്റ് ഞങ്ങൾ കിട്ടിയതാണല്ലോ. അതല്ലേ ഞങ്ങൾ പറയേണ്ടത്? അപ്പോൾ പണ്ടെന്തോ ഞങ്ങൾക്ക് 18 സീറ്റ് കിട്ടിയിരിക്കുന്നത്, അതുകൊണ്ട് കേരളത്തിൽ ഇപ്പോൾ ഞങ്ങൾ ജയിക്കാൻ പോകുന്നു എന്ന നിലക്കൊക്കെ പറയുന്നത് യഥാർത്ഥത്തിൽ നിലവിലുള്ള സാഹചര്യങ്ങളെ പരിശോധിക്കാഞ്ഞിട്ടാണ്. യഥാർത്ഥത്തിൽ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആളുകൾ ആരായിരിക്കും കൂടെ നിൽക്കുന്നത്? നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ടിയെ വിശ്വസിച്ചിട്ട് ആർക്കാ നിൽക്കാൻ വേണ്ടി കഴിയുക? ജയിക്കുന്ന കോൺഗ്രസ്സുകാരൻ കോൺഗ്രസ്സായി നിൽക്കുമെന്നുള്ളതിന് ആർക്കാ ഉറപ്പിച്ച് പറയാൻ വേണ്ടി കഴിയുക? നിങ്ങളുടെ KPCC അധ്യക്ഷൻ പോലും പറഞ്ഞ കാര്യം നമ്മുടെ എല്ലാം ശ്രദ്ധയിലുണ്ടല്ലോ. അതുപോലെ തന്നെ VD സതീശൻ ഗോൾവാർക്കയുടെ ചിത്രത്തിന് മാലയിട്ടത് നമ്മുടെ എല്ലാം മുമ്പിലുണ്ടല്ലോ. രാജ്യത്താകെ മരിച്ചവൻ്റെ ശരീരത്തിൽ പേൻ ഇറങ്ങിപ്പോകുന്ന പോലെ കോൺഗ്രസിന് BJPക്കാർ പോവുകയല്ലേ? ഇന്ത്യയിലുള്ള 13 മുൻ മുഖ്യമന്ത്രിമാരല്ലേ കോൺഗ്രസിന് BJP ആയത്? 4 PCC അധ്യക്ഷന്മാരല്ലേ BJPയിൽ നിന്ന് കോൺഗ്രസിന് BJP ആയത്? 200ഓളം വരുന്ന MLAമാർ MP മാരല്ലേ ഇവിടെ BJPയിലേക്ക് കോൺഗ്രസ് പോയത്? എന്നിട്ട് ഇന്നിപ്പോൾ നിലവിലുള്ള BJPയുടെ നേതാക്കന്മാരിൽ പകുതിയിലേറെ പഴയ കോൺഗ്രസ്സാണ്. അവർ ജയിച്ചാൽ എവിടെ നിൽക്കുമെന്നുള്ളതിന് ഒരു ഗ്യാരണ്ടിയുമില്ല. ഇന്ന് ഇന്ത്യ രാജ്യത്ത് BJP ഭരിക്കുന്ന 6 സംസ്ഥാനങ്ങൾ, ആ സംസ്ഥാനങ്ങളിൽ നിങ്ങളാണല്ലോ ജയിച്ചത്. നിങ്ങളുടെ MP മാരെ MLAമാരെ വിലക്ക് വാങ്ങിയിട്ടല്ലേ BJPക്കാർ ഭരിക്കുന്നത്? MLAമാരെ വിലക്ക് വെക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന ഒരു വ്യാപാരശാലയായിട്ടല്ലേ കോൺഗ്രസ് നിൽക്കുന്നത്? നിങ്ങളെങ്ങനെ ആർക്ക് വിശ്വസിക്കാൻ വേണ്ടി കഴിയുക? നിങ്ങൾക്ക് ഈ പറയുന്ന ഏതെങ്കിലും വിഷയങ്ങളിൽ ഇപ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന വിഷയം എന്താ? 2 ദിവസക്കാലമായിട്ട് നരേന്ദ്രമോദിയുടെ വർഗീയ പ്രസംഗം, നേരത്തെ നടത്തിയിരിക്കുന്ന വർഗീയ പ്രസംഗം, ഇപ്പോൾ നടത്തിയിരിക്കുന്ന വർഗീയ പ്രസംഗം, അതല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച? ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ, ഒരു മതനിരപേക്ഷ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ഒരു പ്രധാനമന്ത്രി പറയേണ്ട കാര്യമാണോ നരേന്ദ്രമോദി പറയുന്നത്? അദ്ദേഹം പറയാണ് ഇവിടെ ധാരാളം മക്കളുള്ളവർ, അതുപോലെ തന്നെ അന്യരാജ്യത്തു നിന്ന് കടന്നു വന്ന ആളുകൾ, അവർക്ക് ഈ രാജ്യത്തിൻ്റെ സമ്പത്താകെ തന്നെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് കോൺഗ്രസ് നിലകൊള്ളുന്നത്. അതിനല്ലേ യഥാർത്ഥത്തിൽ കോൺഗ്രസ്സുകാർ മറുപടി പറയേണ്ടത്? എത്രമാത്രം അന്യായമായ കാര്യമാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇത് ഇന്നലെയാണോ? ഗുജറാത്ത് കലാപത്തിൻ്റെ കാലം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. മുസ്ലിങ്ങളെ വേട്ടയാടുന്നതിന് വേണ്ടി അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. ഇവിടെ ഒരു ന്യായവുമില്ലാത്ത രൂപത്തിൽ ഈ രാജ്യത്തിൻ്റെ സമ്പത്താകെ തന്നെ നിങ്ങൾ ഈ പറയുന്ന കടന്നുകയറ്റക്കാർക്ക്, അതുപോലെ തന്നെ ധാരാളം മക്കളുള്ളവർക്ക് കൊടുക്കുന്നു എന്നെല്ലാം ഒരു പ്രധാനമന്ത്രി പറഞ്ഞാൽ, അത് കോൺഗ്രസിനെ പേരെടുത്ത് പറഞ്ഞാൽ ഒരു വാക്ക് ഉരിയാടൽ. ലീഗ് കൂടി കൂടെ നിൽക്കുന്ന ഒരു പാർട്ടി മുന്നണിയാണല്ലോ UDF. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് മിണ്ടാട്ടില്ല. നിങ്ങൾക്ക് എന്താ മിണ്ടാനുള്ളത്? ദല്ലാൽ നന്ദകുമാറിനെ സംബന്ധിച്ച്, അതുപോലെ തന്നെ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് നാണം വേണം. നാണക്കേട്, നിന്റെ പേരോ കോൺഗ്രസ് എന്ന് കോൺഗ്രസ്സുകാരൻ തന്നെ ചോദിക്കുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിയിരിക്കുക. രാജ്യം നേടുന്ന ഒരു വിഷയത്തിൽ ഇപ്പൊ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞെങ്കിൽ അതിന് ചുമതലപ്പെടുത്തിയ ആളാണ് ശോഭാ സുരേന്ദ്രൻ. ശോഭാ സുരേന്ദ്രൻ ഒരു കമ്മിറ്റിയിലെ പ്രധാനപ്പെട്ട അംഗമായിരുന്നു. ആ അംഗം ചർച്ച നടത്തി പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതിന് തെളിവുകൾ ശോഭയ്ക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആവാതിരിക്കാൻ തരവില്ല എന്ന് PR ശിവശങ്കരൻ മറുപടി കൊടുക്കൂ. ക്ലാരിറ്റിയോടെ മറുപടി കൊടുക്കൂ CM പ്രകാശൻ. ശിവശങ്കരന്റെ നേതാവായിരിക്കും ശോഭാ സുരേന്ദ്രൻ. അത് ഞാൻ പറയാം, ശിവശങ്കരന്റെ നേതാവാണ് ശോഭാ സുരേന്ദ്രൻ. സുരേന്ദ്രനും ശോഭാ സുരേന്ദ്രനും ഞങ്ങളെ സംബന്ധിച്ച് BJPയുടെ നേതാക്കന്മാരാണ്. അവരുടെ വാക്കുകൾ എത്രമാത്രം ശരിയല്ലാത്തതാണെന്നുള്ള ഈ കേരളം കേട്ടതാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കേട്ടല്ലോ, 30 സീറ്റ് BJP കിട്ടും പറഞ്ഞിരിക്കുന്നത് പ്രധാന നേതാക്കന്മാരല്ലേ. ഉള്ള സീറ്റ് വരെ പോയല്ലോ. കേരളത്തിൽ ഞങ്ങൾ 30 സീറ്റ് കിട്ടിയാൽ ഭരിക്കും പറഞ്ഞിരിക്കുന്ന പഴയ BJP നേതാക്കന്മാരല്ലേ. എന്താ ഉണ്ടായി നമ്മൾ കണ്ടല്ലോ. ഒരാൾ മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി പറഞ്ഞു, ഞാൻ കേരളത്തിന് മുഖ്യമന്ത്രിയാവാൻ തയ്യാറാണ്, അതിനുവേണ്ടി ഞാനിതൊരു ഓഫീസ് തുറന്നിരിക്കുന്നു. നമ്മൾ കണ്ടതല്ലേ. ശോഭാ സുരേന്ദ്രനെതിരെ CPM വക്കീൽ നോട്ടീസ് അയക്കുമോ CM പ്രകാശൻ? അവര് ഈ കേരളത്തിൽ പറഞ്ഞു. ശോഭാ സുരേന്ദ്രനെതിരെ പാർട്ടി എന്ന നിലയ്ക്ക് CPM വക്കീൽ നോട്ടീസ് അയക്കുമോ? കാര്യം ഇത് EP ജയരാജനെ ബാധിക്കുന്നതല്ല. ഇത് EP ജയരാജൻ ആ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്, ഇവിടുത്തെ LDF കൺവീനറാണ്. CPM നേതാക്കന്മാർ പറയുന്നത് ഞങ്ങളുടെ പാർട്ടി ജനങ്ങളുടെ പാർട്ടിയാണ്, ഭൂരിപക്ഷം കേരളത്തിലെ ജനങ്ങളുടെ പിന്തുണയുള്ള പാർട്ടിയാണ്. സർ, അങ്ങ് പറ, വക്കീൽ അയക്കേണ്ടതുണ്ടോ CM പ്രകാശൻ? മറ്റാരെക്കാളും ഞങ്ങൾക്കറിയാം. ശോഭയ്ക്കെതിരെ CPM വക്കീൽ, അങ്ങൊരു മുതിർന്ന നേതാവല്ലേ? പാർട്ടി തീരുമാനിക്കും. അങ്ങൊരു മുതിർന്ന നേതാവില്ല. അങ്ങയുടെ അഭിപ്രായം എന്താണ്? ശോഭാ സുരേന്ദ്രൻ ഒരു വക്കീൽ നോട്ടീസ്, മാനനഷ്ട കേസെങ്കിലും വക്കീൽ നോട്ടീസ് അയക്കണോ? അതാ ഈ ഒരു അയക്കണമെന്നത് ബന്ധപ്പെട്ട പാർട്ടി കമ്മിറ്റി ചർച്ച ചെയ്യുന്നത്. ഞാൻ പറയുന്നത് ശോഭാ സുരേന്ദ്രനും BJP നേതാക്കന്മാരും
ഓരോ ദിവസവും ഇങ്ങനെ ഓരോ ആക്ഷേപങ്ങൾ പറഞ്ഞാൽ അതിനെല്ലാം മറുപടിയുടെ കാര്യം എന്താണത്? കാരണം അവർ പറയുന്ന കാര്യങ്ങളുടെ സത്യസ്ഥിതി എന്താണ് അത് മലയാളിക്ക് അറിയാലോ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മുഖ്യമന്ത്രി അദ്ദേഹം ഭട്ടത്തിലാണ് കൊണ്ടുപോയത് പിന്നെ സ്വർണം എന്ന് പറഞ്ഞിരിക്കുന്നത് ഇവരല്ലേ. നയതന്ത്ര ബാഗേജിലെ പിന്നെ കള്ളക്കടത്തിൻ്റെ എല്ലാവിധവും മുഖ്യമന്ത്രിയുടെ ചുമലിൽ ചാർത്താൻ ശ്രമിച്ചവരല്ലേ ഇവർ. പിന്നെ ലാവലിൻ കേസ് ഞാൻ ചോദിക്കട്ടെ, ലാവലിൻ കേസിൽ ഇപ്പോൾ കേരള മുഖ്യമന്ത്രി പ്രതിയാണോ? അല്ലല്ലോ. ആ പ്രതിപട്ടികയിൽ നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കിയല്ലോ. എന്നിട്ടും ലാവലിൻ 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 എന്ന് പറയേണ്ട ആവശ്യത? ഇന്ന് ലാവലിൻ കേസിനകത്ത് കേരളത്തിലെ മുഖ്യമന്ത്രി ആദരണീയനായിട്ടുള്ള ശ്രീ പിണറായി വിജയൻ പ്രതിയല്ല. അതാർക്കറിയാത്തത്? പ്രതിയാക്കാനുള്ള അപ്പീലാണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ലാവലിൻ കേസ് മുക്കാൻ ശ്രമിക്കുന്നു, ലാവലിൻ കേസിൽ ഹാജരാകത്തില്ല. എന്താ അന്യായമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ലാവലിൻ കേസിൽ പ്രതിയല്ലാത്ത മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് നിങ്ങൾ എന്താ മിണ്ടാതിരിക്കുന്നത്? പ്രതിയല്ലല്ലോ. BJP-ക്കാർ പറയുന്നതിനെല്ലാം മറുപടി പറയേണ്ട യാതൊരു കാര്യമില്ല. കാരണം അവർക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത കാര്യങ്ങൾ ഉന്നയിക്കുന്ന ഒരു പാർട്ടിയായിട്ട് നേരത്തെ മണിപ്പൂരിന്റെ കാര്യം പറഞ്ഞിരുന്നു. അതിന് ഇപ്പോ ലത്തീൻ സഭാ മുഖപത്രത്തിൽ ജീവനാഥത്തിൽ എഡിറ്റോറിയൽ വരുന്നുണ്ട്. അതിൽ പറയുന്നത് വെറുപ്പിൽ നിന്ന് മുക്തിക്കായി എന്നാണ് തലക്കെട്ട്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു പ്രധാനമന്ത്രിയും ഇത്ര പച്ചയ്ക്ക് വർഗീയത പറഞ്ഞിട്ടില്ല. സംഘപരിവാറിന്റെ വെറുപ്പിന്റെ ആവാസ വ്യവസ്ഥയുടെ വാട്സാപ്പ് യൂണിവേഴ്സിറ്റി, IT സെൽ പ്രൊഡക്ഷന്റെയും ഡീപ് ഫേക്ക് AI വ്യാജ നിർമ്മിതികളുടെയും ആസുരാവതാരങ്ങളെ അതിശയിപ്പിക്കുന്നതാണ് മോദിയുടെ തനിസ്വരൂപം. വിദ്വേഷ പ്രചാരണ അൽഗോരിതത്തിലെ വ്യംഗ്യഭാഷയിൽ നുഴഞ്ഞുകയറ്റക്കാർ, കൂടുതൽ കുട്ടികളെ പെറ്റുകൂട്ടുന്നവർ എന്നൊക്കെയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി രാജ്യത്തെ 19.75 കോടി വരുന്ന മുസ്ലിം സമൂഹത്തെ അധിക്ഷേപിക്കുന്നത്. ലത്തീൻ സഭയുടെ ജീവനാഥത്തിന്റെ എഡിറ്റോറിയലാണ്. ശ്രീ PR ശിവശങ്കർ. ഈ പല സഭക്കാരും പല രീതിയിലുള്ള ഇത്തരം പുസ്തകങ്ങളിൽ, മാഗസിനുകളിലൊക്കെ ഇറക്കുന്നുണ്ട്. ഓരോ BJP-ക്ക് അനുകൂലമായി പല പല പുസ്തകങ്ങളും മാഗസിനും ഇറക്കിയിട്ടുണ്ട്. അത് കാരണം ഞാനൊരു മതസ്ഥാപനത്തിൻ്റെ മതമേലധ്യക്ഷന്മാരുടെയോ അല്ലെങ്കിൽ അവരുടെ മാഗസിനെതിരെയോ ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കാലത്തിൽ അതൊന്നും ശരിയുമല്ല. അത്തരത്തിലുള്ള ആരോപണം ഉന്നയിക്കാൻ അവർക്ക് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഉന്നയിക്കാം. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഈ സംസ്ഥാനത്തുള്ള ജനങ്ങൾക്ക് അവർ ഏതേത് കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ സമുദായം, അവിടെ മത തീവ്രവാദികൾ പാലാ ബിഷപ്പിനെതിരെ ആക്രമണം നടത്തിയപ്പോൾ ആരാണ് അവിടെ ആദ്യം ഓടി വന്നതെന്നും, കുന്തിരിക്കവും മലരും കാത്തുവെക്കാൻ പറഞ്ഞപ്പോൾ ആരാണ് അതിനെ ശക്തമായി എതിർത്തതെന്നും, ജോസഫ് മാഷിൻ്റെ കൈവെട്ടിയപ്പോൾ ആരാണ് അദ്ദേഹത്തിന് വേണ്ടി കേസ് പറഞ്ഞത് എന്നും, അതുപോലെ തന്നെ പൂഞ്ഞാറിലായാലും പാലയിലായാലും അവിടുത്തെ കത്തീഡ്രലിലും അവിടുത്തെ പള്ളിയിലും കയറിയിട്ട് തീവ്രവാദികൾ ആക്രമിച്ചപ്പോൾ അതിനെ ശക്തമായി പ്രതിരോധം തീർത്തത് ആരാണെന്നും കേരളത്തിലെ ക്രിസ്തീയ മതവിഭാഗത്തിലെ ജനങ്ങൾക്ക് നന്നായിട്ടറിയാം, ഒരു സംശയവുമില്ല. അതുകൊണ്ട് കേരളത്തിലെ ക്രിസ്തീയ സഭകൾ എന്ത് പറഞ്ഞാലും ആ സാധാരണ ജനങ്ങളുടെ മനസ്സിൽ ഈ രാഷ്ട്രീയവും കൂടി ഉണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മണിപ്പൂരിലെ പ്രശ്നം എത്തിരി പ്രശ്നമാണെന്ന് ശ്രീ എം പ്രകാശിന്റെ CPM തിരുത്തിയാലും താങ്കൾ പറഞ്ഞത് ശരിയാണെങ്കിൽ അവിടെ ഉണ്ടായത് ചർച്ച് ബാക്ക്ഡ് കലാപമാണെന്ന് പറഞ്ഞ RSSന്റെ മുഖപത്രം ഓർഗനൈസർ തിരുത്തിയിട്ടില്ല ഇതുവരെ. ശ്രീ PR ശിവശങ്കർ. അല്ല, ഞാൻ അവിടെ ചർച്ചസ് മാത്രമാണോ തകർന്നത്? ഞാൻ താങ്കൾക്ക് തന്നെ ഫോട്ടോ അയച്ചിട്ടുണ്ടല്ലോ, 394 ഹൈന്ദവ ക്ഷേത്രങ്ങൾ തകർന്നിട്ടുണ്ട്. അത് ക്രിസ്ത്യാനികളാണെന്ന് എങ്ങനെ വംശീയ കലാപങ്ങളാണ്. ചർച്ചാണ് അതിന്റെ പിന്നിൽ എന്ന് പറഞ്ഞത് RSSന്റെ മുഖപത്രം ഓർഗനൈസറാണ്. ഇതുവരെ അവർ തിരുത്തിയിട്ടില്ല. അല്ല, ഞാൻ പറയട്ടെ, അത്തരത്തിലുള്ള പല ആരോപണങ്ങളുണ്ടാവും. ആ രണ്ട് രാജ്യയിലും ക്രിസ്ത്യൻ മതവിഭാഗത്തിന്റെ ധാരാളം ചർച്ചസ് തകർന്നിട്ടുണ്ട്. ഹിന്ദു മതവിഭാഗത്തിന്റെ 393 ക്ഷേത്രങ്ങൾ തകർന്നിട്ടുണ്ട്. പക്ഷേ നിലപാട് പറഞ്ഞതാണ് BJP-യുടെ ഗുരുവായ RSS നിലപാട് ഞാൻ പറഞ്ഞതാണ്. BJP അല്ല, അതൊന്നും ഞാൻ കണ്ടിട്ടില്ല, ഞാനത് തന്നെ ഓൺ ചെയ്യുന്നില്ല, എനിക്കറിയില്ല അതിൻ്റെ കാര്യത്തിൽ. ഞാൻ പറഞ്ഞു, ഞാൻ മറ്റു രണ്ട് കാര്യം കൂടി എനിക്കതിനെ വ്യക്തിപരമായി അല്ല, ഞാൻ ആ 395 ക്ഷേത്രങ്ങൾ തകർത്തും കൂടെ ഒന്ന് താങ്കൾ എപ്പോഴെങ്കിലും വായിച്ചിട്ടുണ്ട്. 2-3 മാസം അയച്ചിട്ട്, കഴിഞ്ഞ 2 മാസം മുമ്പുള്ള ചർച്ചയിൽ അയച്ചു തന്നെ. എനിവേ, എനിക്കെതിരെ വ്യക്തിപരമായി ശ്രീ രാഹുൽ പറഞ്ഞ ഒരു കാര്യം, എനിക്ക് KC-യുടെ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ പ്രത്യേക താല്പര്യമുണ്ടായിട്ടല്ല. ഏതായാലും KC വേണുഗോപാലിൻ്റെ തിരഞ്ഞെടുപ്പിൻ്റെ അവസാന കാലഘട്ടത്തിലെ രാഹുൽ ഗാന്ധി വരികയുള്ളൂ എന്നും, അപ്പോൾ പനി വന്നതും, അതിൽ പ്രിയങ്ക അത് വയനാട് പോയിട്ടും ഇവിടെ വരാഞ്ഞതും, അതുപോലെ തന്നെ ഖാർഗെയോ മറ്റൊരു നേതാക്കളോ അവിടെ വരാഞ്ഞതും, അതുപോലെ തന്നെ രാഹുലിൻ്റെ യാത്രക്കിടയിൽ KC-യുടെ കയ്യ് 2 പ്രാവശ്യം പിടിച്ചു മാറ്റിവെക്കുന്ന ശ്രീ രാഹുൽ ഗാന്ധിയുടെ വീഡിയോയും എല്ലാം ജനങ്ങളുടെ മനസ്സിലുണ്ട്. അതുകൊണ്ട് കൃത്യമായിട്ടറിയാം KC വേണുഗോപാലിനെ എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയും അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധിയും ഗാന്ധി കുടുംബം എന്തുകൊണ്ടാണ് തിരസ്കരിച്ചത് എന്ന് അടുത്ത കുറച്ച് നാൾക്കുള്ളിൽ കാര്യം മനസ്സിലാവും. അപ്പോൾ ഇത് ജനങ്ങൾക്കറിയാം. അല്ലാണ്ട് ഞാൻ രാഷ്ട്രീയം പഠിക്കാഞ്ഞിട്ടല്ല, രാഷ്ട്രീയം നന്നായിട്ട് സൂക്ഷിക്കുകയും ഓരോ വീഡിയോ, താങ്കൾ ഗോവിന്ദൻ മാഷിൻ്റെ വീഡിയോ അത് ഞാനും കണ്ടതാണ് കേട്ടോ. അത്തരത്തിൽ ഞാൻ ഇത് കണ്ട് ഞാനും അത്ഭുതപ്പെട്ടു പോയതാണ്. അതുപോലെ തന്നെ ഈ
രാഹുൽ ഗാന്ധി സ്വന്തം ജനറൽ സെക്രട്ടറിയുടെ കൈയെ ദേഷ്യത്തോടെ പിടിച്ചു മാറ്റുന്നത് ഞാൻ കണ്ടതാണ്. അതുകൊണ്ട് അത് ജനങ്ങളും കണ്ടതാണ്. വീഡിയോ നമ്മുടെ അടുത്തുണ്ട്, ഞാൻ ഷെയർ ചെയ്യാം. അപ്പോൾ അതാണ് അടുത്ത ഒരു കാര്യം. 2, അദ്ദേഹം പറഞ്ഞത് മതേതര ഇന്ത്യയുടെ കേരളത്തിൻ്റെ ശബ്ദം എന്നൊക്കെ പറയുമ്പോൾ SDP-യുടെയും മുസ്ലിം ലീഗിൻ്റെയും പിന്തുണയോടെ മറ്റ് സംസ്ഥാനങ്ങളിലും ഇവിടെയും മത്സരിക്കുന്ന കോൺഗ്രസിൻ്റെ മതേതര ശബ്ദത്തെക്കുറിച്ച് മലയാളികൾക്ക് നല്ല ധാരണയുണ്ട്. അതുപോലെ തന്നെ ഇടതുപക്ഷം PDP-യുടെയും മുസ്ലിം ലീഗിന് കുഴപ്പം എന്താണ് CPR ശിവശങ്കർ? ഒരു കുഴപ്പമില്ല. മുസ്ലിം ലീഗിനെ NDA-യിലേക്ക് ക്ഷണിക്കണം നമ്മുടെ TG നന്ദകുമാറും ശോഭാ സുരേന്ദ്രനും ഒരു ഘട്ടത്തിൽ പറഞ്ഞതാണ്. ഇലക്ഷൻ കമ്മീഷന്റെ അംഗീകാരത്തോടുകൂടി കാലങ്ങളായി പ്രവർത്തിക്കുന്ന ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗ്. SDPI ആവട്ടെ, താങ്കൾ മുസ്ലിം ലീഗിനെ പറ്റി ഒരേ ചാപ്പയിൽ കെട്ടല്ലേ ശ്രീ മുസ്ലിം ലീഗ് വളരെ നല്ല സംഘടന. അല്ല, അത് പറഞ്ഞ TG നന്ദകുമാറാണ്. വളരെ അത് പറഞ്ഞ നിങ്ങളുടെ സൈദ്ധാന്തിക ആചാര്യൻ നന്ദകുമാറാണ്. അദ്ദേഹം ഞങ്ങളുടെ പാർട്ടിയിൽ മെമ്പർ പോലെയല്ല സാർ. RSSന്റെ സൈദ്ധാന്തിക ആചാര്യനാണ്. നിങ്ങൾ RSS BJP ഒരു ബന്ധമില്ല പറഞ്ഞുകൊണ്ടിരിക്കില്ല ഇങ്ങനെ. നിങ്ങൾ RSSനോട് ചോദിക്കുക അദ്ദേഹം ആണോ എന്ന്. അതേ RSS ഞാനത് ഇപ്പോൾ തർക്കിക്കുന്നില്ല. ഒരു LDF-ന്റെ കൂടെ PDP പിന്തുണ വെച്ചപ്പോൾ അവർ വേണ്ടാന്ന് പറഞ്ഞു. അവർ ആവേശപൂർവ്വം പറഞ്ഞല്ലോ SDP പിന്തുണ നിങ്ങൾ എന്തുകൊണ്ട് പിൻവലിച്ചില്ല എന്ന് പറഞ്ഞു, PDP പിന്തുണ നിങ്ങൾ വേണ്ടാന്ന് പറഞ്ഞു, INL കൂടെയില്ലേ. അപ്പോൾ ഇതെല്ലാം കാണിക്കുന്നത് ഇവരെല്ലാം മതേതര സംഘടന എന്നൊക്കെ പറഞ്ഞിട്ട് തീവ്രവാദ സംഘടനയുടെ കൂടെ നിരന്തരം ഒരൊറ്റ കാര്യം കൂടി ഞങ്ങൾക്ക് ഞങ്ങൾക്ക് കോൺഗ്രസ് നേതാക്കളെ മാത്രം കിട്ടുന്നത്. മറ്റുള്ള സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് ഉള്ളൂ, CPM ഇല്ല. ഇപ്പൊ വെസ്റ്റ് ബംഗാളിൽ നിന്നും ത്രിപുരയിൽ നിന്നും എത്ര MLA-മാരും MP-മാരും BJP-യുടെ പോകണമെന്നുള്ളത് ഹാഷ്മി സമയം കേരളത്തിൽ പാർട്ടി പ്രവർത്തനം നടത്തിയിട്ടും മറ്റു പാർട്ടികൾ നാളെ പിടിക്കാൻ ഒരു കമ്മിറ്റി ഉണ്ടാക്കുക, ആ കമ്മിറ്റിയിൽ ശോഭാ സുരേന്ദ്രനെ അംഗമാക്കുക എന്നൊക്കെ പറയുന്നത് നിങ്ങളുടെ പരാജയമാണോ വിജയമാണോ നിങ്ങൾ തന്നെ ആലോചിക്കൂ. CPR ശിവശങ്കർ എല്ലാവരും മതിയായ സമയത്ത് സംസാരിച്ചാണ്. ഞാൻ ഇടപെട്ടില്ല ചർച്ചയിൽ. രാഹുൽ, ചുരുങ്ങിയ വാക്കിൽ മറുപടി. അല്ല, ശ്രീ KC വേണുഗോപാലും രാഹുൽ ഗാന്ധിയും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി ശ്രീ PR ശിവശങ്കറിൻ്റെ ആശങ്ക കാണുമ്പോൾ എനിക്ക് വലിയ കൗതുകം തോന്നുന്നു. അദ്ദേഹം ഏത് വീഡിയോയെ പറ്റിയാണ് പറയുന്നതെന്ന് അറിയില്ല. താങ്കളുടെ ഓർമ്മയിലേക്ക് ഞാനൊരു വീഡിയോ കൊണ്ടുവരുന്നു. കശ്മീരിൽ ഭാരത് ജോഡോ യാത്ര എത്തുമ്പോൾ ശ്രീ രാഹുൽ ഗാന്ധി വളരെ സ്നേഹത്തോടു കൂടി ഐസ് അവിടെ വീണ് കിടക്കുന്ന മഞ്ഞ കഷ്ടങ്ങളെല്ലാം കൂടെ വാരി KC വേണുഗോപാലിൻ്റെ ദേഹത്തേക്ക് എറിയുന്ന ഒരു വിഷ്വലുണ്ട്. അത് കാണുമ്പോൾ ശ്രീ PR ശിവശങ്കറിനെ പോലുള്ള BJP മൈൻഡായിട്ടുള്ള ഒരാൾ വിചാരിക്കുക KC വേണുഗോപാൽ ഐസ് എറിഞ്ഞു കൊലപ്പെടുത്തുവാൻ ശ്രമിക്കുന്ന രാഹുൽ ഗാന്ധി ഇവർ തമ്മിൽ വളരെ ഫൈറ്റ് ആണെന്നാണ്. ഏറ്റവും ഒടുവിൽ രാഹുൽ ഗാന്ധി കേരളത്തിലേക്കല്ല തമിഴ്നാട്ടിലാണെന്ന് തോന്നുന്നു. തമിഴ്നാട്ടിൽ വന്നപ്പോൾ സ്റ്റാലിനെ കണ്ടതിന് ശേഷം ഇറങ്ങുമ്പോൾ അദ്ദേഹം ഇങ്ങനെ ചുറ്റും തിരയുകയാണ്. കാറിനകത്ത് കയറിയതിന് ശേഷം വേർ ഈസ് വേണു എന്ന് ചോദിച്ചിട്ട് അദ്ദേഹം ഇങ്ങനെ KCയെ വളരെ സ്നേഹത്തോടു കൂടി വിളിക്കുന്ന ഇതടക്കം ഞാൻ അദ്ദേഹത്തെ ക്ലാരിഫൈ ചെയ്യേണ്ട കാര്യമില്ല. കാരണം കേരളീയ പൊതുസമൂഹത്തിന് നല്ല ബോധ്യമുണ്ട്. ഒരു മലയാളി എന്ന നിലയിൽ എത്രയോ അവസരങ്ങളിൽ അഭിമാനത്തോടു കൂടി ശ്രീ KC വേണുഗോപാലും രാഹുൽ ഗാന്ധിയും തമ്മിലുള്ള സഹോദര തുല്യമായ ബന്ധം കണ്ടിട്ടുള്ള ആളുകളാണ് ഞങ്ങൾ. അപ്പോൾ ഞാൻ ചോദിക്കുന്ന ലളിതമായ ചോദ്യം, ശരി, താങ്കളുടെ വാദത്തെ ഞാൻ അംഗീകരിക്കാം. KC വേണുഗോപാലിന്റെ മണ്ഡലത്തിൽ വന്നില്ല. അങ്ങനെയാണെങ്കിൽ രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ പ്രചരണം എന്തിനാ മാറ്റുന്നത്? രാഹുൽ ഗാന്ധിക്ക് ശാരീരികമായ പ്രയാസം ഉണ്ടാകുമ്പോൾ ശ്രീ PR ശിവശങ്കറിൻ്റെ നിന്ന് വന്ന് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വാങ്ങിയെങ്കിൽ മാത്രമേ രാഹുൽ ഗാന്ധിയുടെ ശാരീരികമായ അസൗകര്യമാവുകയുള്ളൂ എന്നൊക്കെ പറയുന്നത് ഏത് തരം യുക്തിയാണ് എനിക്ക് മനസ്സിലാകുന്നില്ല. പിന്നെ ശ്രീ KC വേണുഗോപാലിന്റെ മണ്ഡലത്തിൽ ആരും വന്നില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ താങ്കൾ അല്ല ഞാനൊന്ന് പൂർത്തീകരിച്ചോട്ടെ. ഇപ്പം നരേന്ദ്രമോദി കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും വന്നോ? പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും കൂടെ ഒരുമിച്ച് ഒരു മണ്ഡലത്തിലും പങ്കെടുത്തിട്ടില്ല. ചില മണ്ഡലങ്ങളിൽ രാഹുൽ ഗാന്ധി പങ്കെടുത്തു, ചില മണ്ഡലങ്ങളിൽ പ്രിയങ്ക ഗാന്ധി പങ്കെടുത്തു. ഇവർ രണ്ടുപേരും കൂടെ പങ്കെടുത്ത ഒരു മണ്ഡലത്തിന്റെ പേര് താങ്കൾക്ക് പറയാമോ? കേരളത്തിൽ ഒന്നുമില്ല. ഇനി താങ്കൾ ഇതൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ അവസ്ഥയെക്കുറിച്ച് ഓർത്ത് ശ്രീ PR ശിവശങ്കർ എനിക്ക് വലിയ സഹതാപമുണ്ട്. ഇപ്പൊ BJP-യുടെ നേതാക്കന്മാരായ ഞങ്ങൾക്ക് ഏറ്റവും ആത്മവിശ്വാസമുണ്ട്. രണ്ടാമതെങ്കിലും എത്താൻ കഴിയുമെന്ന് നിങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ട്. നിങ്ങൾ പറയുന്ന മണ്ഡലം ഞാൻ അതും അംഗീകരിക്കുന്നില്ല. നിങ്ങൾ പറയുന്ന മണ്ഡലങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് തിരുവനന്തപുരം, പിന്നെ ഒന്ന് പത്തനംതിട്ട, പിന്നെ ഒന്ന് തൃശ്ശൂർ. ഈ 3 മണ്ഡലത്തിൽ BJP മെമ്പർഷിപ്പ് ഉള്ള ഒരുത്തരം മത്സരിപ്പിക്കാൻ പോലും പറ്റാത്ത, ഈ BJP-ക്കാർക്ക് മത്സരിക്കാൻ പോലും പറ്റാത്ത. ശരി നമ്മൾ സമയം കഴിയാണ്. പ്രസ്താവനയും കൃത്യമായി കഴിഞ്ഞ ഒരാഴ്ച നിങ്ങളുടെ പത്രം തന്നെ വിട്ടിട്ടുണ്ട് BJP-ക്ക് അനുകൂലമായിട്ട്. അപ്പൊ ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ലത്തീൻ കത്തോലിക്ക രീതിയിലും പറഞ്ഞിട്ടുണ്ട്. താങ്കൾ പറഞ്ഞ ലേഖനമാണ്. എഡിറ്റോറിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പത്രത്തിന്റെ ശബ്ദമാണ്, അത് ആ സഭയുടെ ശബ്ദമാണ് അല്ലേ?
എഡിറ്റോറിയൽ എന്ന് പറയുന്നത് അത് ഒരു രണ്ടും രണ്ട് ഒരു ഒരു നിലപാട് അതിനേക്കാൾ പ്രഖ്യാപനമല്ലേ? വലിയ ലേഖനങ്ങൾ അല്ല, സാർ ബൈലൈൻ വരുന്ന ഒരു ജീവൻ ലേഖനവും ദീപ്തി പോലുള്ള- സാർ ബൈലൈൻ ജീവൻ വരുന്ന ഒരു ദീപ്തി പോലുള്ള അല്ലല്ല വളരെ അല്ലല്ല ആലപ്പുഴയിലെല്ലാം അല്ല, ഞാൻ വളരെ പറയുന്നത് ബൈലൈൻ ശക്തമായി വരുന്ന ലേഖനവും എഡിറ്റോറിയലിൽ വരുന്ന നിലപാടും രണ്ടാണ്. എഡിറ്റോറിയൽ എന്ന് പറയുന്നത് ആ പത്രത്തിന്റെ സഭയുടെ അങ്ങനെ- നിലപാടല്ലേ? അല്ലല്ല, അല്ലേ? അത് രണ്ടും ഇതെല്ലാം ഒരു സഭയിൽ രണ്ട് വിഭാഗങ്ങൾ ഉണ്ടാകാം. ഞാൻ സാർ ലേഖനം വന്നത് വരാപ്പുഴ അതിരൂപതയിലാണെങ്കിൽ സാർ ലേഖനം വന്നത് വരാപ്പുഴ അതിരൂപതയിലാണെങ്കിൽ ഇതാ സഭയുടെ എഡിറ്റോറിയൽ ആ വന്ന പല സഭയുടെ ലേഖനം മുഖപത്രത്തിന്റെ ഞങ്ങളുടെ മൊത്തമാണ് അഭിപ്രായമല്ല, അത് മാസികയുടെ അഭിപ്രായമാണെന്ന് പലതവണ പറഞ്ഞിട്ടില്ലേ? ഇല്ല, ഇത് എഡിറ്റോറിയലാണ് സാർ. എഡിറ്റോറിയൽ ഞങ്ങളുടെ അല്ല, എഡിറ്റോറിയൽ എന്ന് പറയുന്നത് വോക്കലാണ്, വോയിസ് ആണ്. അത് ആ പത്രത്തിന്റെ വോയിസ് ആണ്. അത് സഭയുടെ മുഖപത്രമാണെങ്കിൽ സഭയുടെ വോയിസ് ആണ് അല്ലേ? പത്രങ്ങൾ ശരി, ഓക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ അത് ഓക്കെ ഓക്കെ ഞങ്ങളുടെ മതപരമായ ശരി 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 പറഞ്ഞിട്ടുണ്ട്. ശരി 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 ഓൺ ചെയ്തിട്ടില്ല പല സഭകളും. ശരി, നമ്മൾ സമയം പൂർണ്ണമായി കഴിഞ്ഞു. ചർച്ചയിൽ പങ്കെടുത്ത 3 പേർക്ക് നന്ദി. ഇനി വാർത്താ മഴയാണ്. എന്തായാലും നാളെ കേരളം പോളിംഗ് ബൂത്തിലാണ്. പരമാവധി എന്നല്ല 100% പോളിംഗ് ശതമാനം വരത്തക്ക രീതിയിൽ എല്ലാവരോടും അവരുടെ സമ്മതിദാനാവകാശം വളരെ ബുദ്ധിപൂർവ്വം രേഖപ്പെടുത്തുക എന്ന അഭ്യർത്ഥനയോടെ എൻകൗണ്ടർ പൂർണ്ണമാവുന്നു.